നമസ്കാരം. PS ടിക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിത് ചെയ്യുന്നത് ഒരു മോക്ക് ടെസ്റ്റാണ്. LDC ലെവൽ ഒരു മോക്ക് ടെസ്റ്റാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാരും എന്താണ് ഈ പരീക്ഷയിൽ ഈ പറയുമ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ സ്വയം ഉത്തരം കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കണേ. അപ്പോൾ ഞാൻ വായിച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് വീഡിയോ പോസ്റ്റ് ചെയ്യുക. അതിനുശേഷം സ്വയം ഉത്തരം കണ്ടെത്തുക. ഒരു പെൻസിൽ എടുത്തിട്ട് അല്ലെങ്കിൽ പേന എടുത്തിട്ട് ഒരു ബുക്കിൽ അല്ലെങ്കിൽ ഒരു പേപ്പറിലോ ബുക്കിലോ ഉത്തരം സ്വയം ഒന്ന് എഴുതി നോക്കുക. അതിനുശേഷം ഞാൻ പറയുന്ന ഉത്തരവുമായിട്ട് ഒത്തു നോക്കുക. ഓക്കെ അല്ലേ? അങ്ങനെ നിങ്ങൾ മാർക്ക് കണക്ക് കൂട്ടുക. നിങ്ങൾ ലെവൽ എവിടെയാണെന്ന് മനസ്സിലാക്കുക. ഇനി നിങ്ങൾക്ക് തെറ്റിപ്പോയെങ്കിൽ ആ മേഖല നിങ്ങൾക്ക് കുറച്ച് വീക്കാണ്, ആ മേഖല കുറച്ചും കൂടി പഠിക്കേണ്ടതുണ്ട് എന്ന് സ്വയം വിലയിരുത്തുക. ഓക്കെ അല്ലേ? അപ്പം സ്വയം വിലയിരുത്താനുള്ള ഒരു ഉപാധിയാണ് ഏത് ഈ മാതൃകാ പരീക്ഷ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? യെസ്, നമുക്ക് തുടങ്ങിക്കൂടെടാ. യെസ്, അപ്പം PS ടിക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എന്താക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ മോക്ക് ടെസ്റ്റുകളും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനുകളും കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളൊക്കെ നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പം ഒന്നാമത്തെ ചോദ്യം എന്താണ് കൂട്ടുകാരെ? ഒന്നാമത്തെ ചോദ്യം ഇതാണ്. 2024 ഫ്രഞ്ച് ഓപ്പൺ പുരുഷ വിഭാഗം സിംഗിൾസ് ജേതാവ് ആരാടാ? അപ്പോൾ നിങ്ങൾ എന്താക്കുക, ഞാൻ ഈ ക്വസ്റ്റ്യൻ പറഞ്ഞതിന് ശേഷം ഓപ്ഷൻ പറയുന്നില്ല, പകരം ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് പോസ്റ്റ് ചെയ്യുക. അതിനുശേഷം ഈ ഓപ്ഷനിലൂടെ കടന്നു പോവുക. അതിനുശേഷം ഒരു പെൻ എടുത്തിട്ട് ഉത്തരം മാർക്ക് ചെയ്യുക. ഓക്കെ അല്ലേ? അപ്പം എൻ്റെ ചോദ്യം ഇതാണ്. 2024 ഫ്രഞ്ച് ഓപ്പൺ പുരുഷ വിഭാഗം സിംഗിൾസ് ജേതാവ് ആരാണ് കൂട്ടുകാരെ? അത് ഓപ്ഷൻ സി, കാർലോസ് അൽക്കാരസ് ആണ്. ആരാണ്? കാർലോസ് അൽക്കാരസ്. ഓക്കെ അല്ലേടാ? ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യൻ നാവികസേനയുടെ ആദ്യത്തെ വനിതാ ഹെലികോപ്റ്റർ പൈലറ്റ് ആരാണ്? അറിയോടാ? അത് ഓപ്ഷൻ ഡി, അനാമിക രാജീവ് ആണ്. ആരാണ്? അനാമിക രാജീവ്. ഓക്കെ അല്ലേ? യെസ്. ഓക്കെ അല്ലേടാ? ഓക്കെ അല്ലേ കൂട്ടുകാരെ? യെസ്. എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2024 ലോക പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യമേതാണ്? എന്താണ് ക്വസ്റ്റ്യൻ? 2024 ലോക പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഓപ്ഷൻ എ, സൗദി അറേബ്യ ആണ്. ഏതാണ്? സൗദി അറേബ്യ. അപ്പം 2024 ലോക പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം സൗദി അറേബ്യ. ഇന്ത്യൻ നാവികസേനയുടെ ആദ്യത്തെ വനിതാ ഹെലികോപ്റ്റർ പൈലറ്റ് അനാമിക രാജീവ്. 2024 ഫ്രഞ്ച് ഓപ്പൺ പുരുഷ വിഭാഗം സിംഗിൾസ് ജേതാവാരാണ്? അത് കാർലോസ് അൽക്കാരസ്. ഓക്കെ അല്ലേടാ? യെസ്. ഇനി 2023 G20 മുൻഗണനാ വിഷയങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ് എന്നാണ് ചോദിച്ചത്. നോക്കിക്കൂടെ. സുസ്ഥിര അടിസ്ഥാന സൗകര്യങ്ങൾ ഏത്? 2023 G20 മുൻഗണനാ വിഷയത്തിൽ ഉൾപ്പെടുന്നില്ലേ? നമ്മൾ ചർച്ച ചെയ്തിരുന്നു അല്ലേ? അപ്പം ഓപ്ഷൻ ബി ശരിയാണ്. ഡിജിറ്റൽ പരിവർത്തനം G20 എന്താണ് വിഷയമായിരുന്നില്ലേ? അതും ശരിയാണ്. സമഗ്രവും സുസ്ഥിരവുമായ വികസനം, അതും ശരിയാണ്. ഇതിൽ ഉൾപ്പെടാത്തത് ഓപ്ഷൻ എ ആണ്. ഓക്കെ അല്ലേ? അപ്പം ആഗോള സംഘടനയുടെ പരിഷ്കരണം ഏതിൽ ഉൾപ്പെടുന്നില്ല? 2023 G20 മുൻഗണനാ വിഷയങ്ങളിൽ ഉൾപ്പെടുന്നില്ല. എങ്കിൽ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? ഭിന്നശേഷി യുവാക്കളുടെ ശാക്തീകരണത്തിനായി പർപ്പിൾ ഫെസ്റ്റ് ആഘോഷിക്കുന്ന സംസ്ഥാനം ഏതാണ്? അത് ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ്? ഭിന്നശേഷി യുവാക്കളുടെ ശാക്തീകരണത്തിനായി പർപ്പിൾ ഫെസ്റ്റ് ആഘോഷിക്കുന്ന സംസ്ഥാനമാണ് ഓപ്ഷൻ എ, ഗോവ. ഏതാണ്? ഗോവയാണ്. അപ്പൊ ഭിന്നശേഷി യുവാക്കളുടെ ശാക്തീകരണത്തിനായി പർപ്പിൾ ഫെസ്റ്റ് ആഘോഷിക്കുന്ന സംസ്ഥാനം ഗോവയാണ്. ഓക്കെ അല്ലേ? ഇനി ആറാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് കൂട്ടുകാരെ? തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ വാർഡുകൾ ജനസംഖ്യാടിസ്ഥാനത്തിൽ വിഭജിക്കുന്നതിനുള്ള കമ്മീഷൻ ചെയർമാൻ ആരാണ്? കമ്മീഷൻ ചെയർമാൻ എ ഷാജഹാൻ ആണ്. ആരാണ്? എ ഷാജഹാൻ. ഓക്കെ അല്ലേ? അപ്പം ഇത്രയും ഈ 6 കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യനുകളും നമ്മൾ PS ടിക്സിന്റെ ടെലഗ്രാം ചാനലിൽ രാത്രി 10 മണി തൊട്ട് 11 മണി വരെ നടക്കുന്ന ലൈവ് സെഗ്മെന്റിൽ നമ്മൾ ചർച്ച ചെയ്ത ക്വസ്റ്റ്യൻസ് ആണല്ലേ? അപ്പം അത് നമ്മുടെ ഈ ലൈവ് സെഗ്മെന്റിനെ കുറിച്ച് അറിയാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ PS ടിക്സിന്റെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. തികച്ചും ഫ്രീ ആണ് ഈ ലൈവ് ക്ലാസ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ലൈവ് ക്ലാസ് അല്ല, ഒരു കമ്പനി സ്റ്റഡി അല്ലേ? ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന ഒരു കൂട്ടുകാരി, നമ്മുടെ കുറച്ച് കൂട്ടുകാരും ഒന്നിച്ച് ചേർന്ന് ലൈവായിട്ട് എനിക്കറിയുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. അതുപോലെ നിങ്ങൾക്കറിയുന്ന കാര്യങ്ങൾ അഡീഷണൽ നമ്മൾ ആഡ് ചെയ്യും. അങ്ങനെ ഒരു കമ്പനി സ്റ്റഡി മെത്തേഡിൽ നമ്മൾ തുടർന്നു പോകുന്ന കമ്പനി സ്റ്റഡി ലൈവ് സെക്ഷനിലേക്ക് എല്ലാ കൂട്ടുകാരും ജോയിൻ ചെയ്യുക. തികച്ചും ഫ്രീ ആണ്. രാത്രി 10 മണി തൊട്ട് 11 മണി വരെ. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്താണ് മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ലഭിക്കും, എക്സാം ആയിട്ട് ലഭിക്കും. അതുപോലെ ഞായറാഴ്ച നമ്മൾ ഒരാഴ്ച ചർച്ച ചെയ്ത കാര്യങ്ങൾ ഞായറാഴ്ച എക്സാം രൂപത്തിൽ നിങ്ങളുമായി എക്സാം തരുന്നതായിരിക്കും. ഓക്കെ, അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കൂട്ടുകാർ ജോയിൻ ചെയ്യുക. ലിങ്ക് ഞാൻ ടെലിഗ്രാം ചാനലിലെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ
പീസ് ട്രിക്സ് എന്ന ടെലിഗ്രാം ചാനൽ അടിച്ചു കൊടുത്താലും വരും. ഓക്കെ അല്ലേടാ. ഇനി 2007 ക്വസ്റ്റ്യൻ എന്താണ്? 2022-23 സ്വരാജ് ട്രോഫിയിൽ 1ാം സ്ഥാനം നേടിയ ബ്ലോക്ക് പഞ്ചായത്ത് ഏതാണ്? അറിയോടാ. അപ്പം മൂന്ന് ബ്ലോക്ക് പഞ്ചായത്തുകൾക്കാണ് 2022-23 സ്വരാജ് ട്രോഫിയിൽ 1ാം സ്ഥാനം നേടിയത്. ഏതൊക്കെയാണ്? അത് നീലേശ്വരം പെടും, പെരുമ്പടവ് പെടും, വൈക്കം. ഇവ മൂന്നും പെടും. ഓക്കെ അല്ലേ. അപ്പം 2022-23 സ്വരാജ് ട്രോഫിയിൽ 1ാം സ്ഥാനം നേടിയ ബ്ലോക്ക് പഞ്ചായത്തുകൾ നീലേശ്വരം, പെരുമ്പടപ്പ്, വൈക്കം. ഓക്കെ അല്ലേ. ഇനി നെക്സ്റ്റ് ഉത്കല വിമാനത്താവളം ഏതാണ് കൂട്ടുകാരെ? ഉത്കല വിമാനത്താവളം ഉദ്ഘാടനം ചെയ്തത് ഏത് സംസ്ഥാനത്താണ്? ഇതൊക്കെ ചോദിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ഉത്കല വിമാനത്താവളം ഉദ്ഘാടനം ചെയ്തത് ഏത് സംസ്ഥാനത്താണ്? ഒഡീഷയിലാണ്. എവിടെയാണ് കൂട്ടുകാരെ? ഒഡീഷയിൽ. ഉത്കല വിമാനത്താവളം ഉദ്ഘാടനം ചെയ്തത് ഏത് സംസ്ഥാനത്താണ്? ഒഡീഷയിലാണെങ്കിൽ 9ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. സംസ്ഥാന നൈപുണ്യ വികസന മിഷന്റെ കീഴിൽ ആദ്യത്തെ ജില്ലാ വികസന നൈപുണ്യ കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെയാണ് കൂട്ടുകാരെ? എന്താണ്? സംസ്ഥാന നൈപുണ്യ വികസന മിഷന്റെ കീഴിൽ ആദ്യ ജില്ലാ വികസന നൈപുണ്യ കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെയാണ്? അറിയോടാ? യെസ്, ഓപ്ഷൻ സി പാപ്പനംകോട്. ഓപ്ഷൻ സി പാപ്പനംകോട്. സംസ്ഥാന നൈപുണ്യ വികസന മിഷന്റെ കീഴിൽ ആദ്യ ജില്ലാ വികസന നൈപുണ്യ കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെയാണ്? പാപ്പനംകോടാണ്. എങ്കിൽ നെക്സ്റ്റ് 10ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 18ാം ലോകസഭയിലെ ആകെ വനിതകളുടെ എണ്ണം എത്രയാണ് കൂട്ടുകാരെ? ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ശ്രദ്ധിക്കാതെ, നമ്മൾ കേൾക്കുന്നതും എന്നാലും ശ്രദ്ധിക്കാതെ പോകുന്നതുമായ ചോദ്യങ്ങളാണ് ഇത്. ഓക്കെ അല്ലേ. അപ്പം 18ാം ലോകസഭയിലെ ആകെ വനിതകളുടെ എണ്ണം എന്ന് പറയുന്നത് എത്രയാണ്? 74. 18ാം ലോകസഭയിലെ ആകെ വനിതകളുടെ എണ്ണം എത്രയാണ്? 74 ആണെങ്കിൽ 11ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. രാജ്യത്തെ ആദ്യത്തെ തീരക്കടൽ കാറ്റാടി പാടം നിലവിൽ വരുന്നത് എവിടെയാണ്? അറിയോ? അത് കന്യാകുമാരിയാണ്. എവിടെയാണ്? കന്യാകുമാരി. രാജ്യത്തെ ആദ്യ തീരക്കടൽ കാറ്റാടി പാടം നിലവിൽ വരുന്നത് എവിടെയാണ്? കന്യാകുമാരിയാണ്. എങ്കിൽ 12ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് കൂട്ടുകാരെ? ജീവിതം ഒരു പുസ്തകം, ഒരു പാഠപുസ്തകം. എന്താണ്? ജീവിതം ഒരു പാഠപുസ്തകം എന്ന പുസ്തകം രചിച്ചത് ആരാണ്? അറിയോ? അത് ഗോപിനാഥ് മുതുകാട്. ആരാണ്? ഗോപിനാഥ് മുതുകാടാണ്. അപ്പം ജീവിതം ഒരു പാഠപുസ്തകം എന്ന പുസ്തകം രചിച്ചത് ആരാണ്? ഗോപിനാഥ് മുതുകാട്. ഓക്കെ അല്ലേടാ? യെസ്. ഇനി നെക്സ്റ്റ് 13ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? 13ാമത്തെ ക്വസ്റ്റ്യൻ, ഒരു രാജ്യം ഒരു റേഷൻ കാർഡ് എന്നാണ്. ഒരു രാജ്യം ഒരു റേഷൻ പദ്ധതിയുടെ ഭാഗമായി റേഷൻ റൈറ്റ് കാർഡ് നടപ്പിലാക്കുന്ന ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? എന്താണ് ക്വസ്റ്റ്യൻ? ഒരു രാജ്യം ഒരു റേഷൻ പദ്ധതിയുടെ ഭാഗമായി റേഷൻ റൈറ്റ് കാർഡ് നടപ്പിലാക്കുന്ന ആദ്യത്തെ സംസ്ഥാനം ഏതെന്നറിയോ കൂട്ടുകാരെ? അത് നമ്മുടെ കേരളമാണ്. കേരളം. അപ്പം ഒരു രാജ്യം ഒരു റേഷൻ പദ്ധതിയുടെ ഭാഗമായി റേഷൻ റൈറ്റ് കാർഡ് നടപ്പിലാക്കുന്ന ആദ്യത്തെ സംസ്ഥാനം കേരളമാണ്. ഓക്കെ അല്ലേ? ഇനി 14ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. മോക്ക ചുഴലിക്കാറ്റിൽ നാശമുണ്ടാക്കിയ മ്യാൻമറിനെ സഹായിക്കാൻ ഇന്ത്യ നടത്തിയ ഓപ്പറേഷന്റെ പേര് എന്താണ്? മോക്ക ചുഴലിക്കാറ്റിൽ എന്താണ്? മ്യാൻമറിൽ വീശിയ ചുഴലിക്കാറ്റാണ് ഏത്? മോക്ക ചുഴലിക്കാറ്റ്. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. അപ്പം ഈ മോക്ക ചുഴലിക്കാറ്റിൽ നാശമുണ്ടാക്കിയ മ്യാൻമറിനെ സഹായിക്കാൻ ഇന്ത്യ നടത്തിയ ഓപ്പറേഷനാണ് ഏത് കൂട്ടുകാരെ? ഓപ്പറേഷൻ കരുണ. ഏതാണ്? ഓപ്പറേഷൻ കരുണ. ഓക്കെ അല്ലേ? എങ്കിൽ 15ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോഴത്തെ വിദേശകാര്യമന്ത്രി ആരാണ്? അത് ആരാണ്? എസ് ജയശങ്കർ. ആരാണ്? എസ് ജയശങ്കർ. ഇന്ത്യയുടെ ഇപ്പോഴത്തെ വിദേശകാര്യമന്ത്രി ആരാണ്? എസ് ജയശങ്കർ. അല്ലെങ്കിൽ സുബ്രഹ്മണ്യം ജയശങ്കർ. ഡോക്ടർ സുബ്രഹ്മണ്യം ജയശങ്കർ എന്നാണ് എസിന്റെ ഫുൾ ഫോം. ഓക്കെ അല്ലേടാ? ഇനി 16ാമത്തെ ക്വസ്റ്റ്യൻ പഠിച്ചൂടെ? 16ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? 16ാമത്തെ ക്വസ്റ്റ്യൻ, അർഹരായ മുഴുവൻ വിദ്യാർത്ഥികളെയും വോട്ടർമാരാക്കിയ രാജ്യത്തെ ആദ്യത്തെ ജില്ല ഏതെന്ന് ചോദിച്ചാൽ പറയണം, അത് കണ്ണൂർ ജില്ലയാണ്. ഏതാണ്? കണ്ണൂർ ജില്ല. അപ്പൊ എന്താണ് ക്വസ്റ്റ്യൻ? അർഹരായ മുഴുവൻ വിദ്യാർത്ഥികളെയും വോട്ടർമാരാക്കിയ രാജ്യത്തെ ആദ്യത്തെ ജില്ലയാണ് കണ്ണൂര്. ഓക്കെ അല്ലേ? ഇനി 17ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? 17ാമത്തെ വെരി ഇമ്പോർട്ടന്റ്. എന്താണ് 17ാമത്തെ ക്വസ്റ്റ്യൻ? യെസ്, രാജ്യത്ത് ആദ്യമായി കാട്ടാനടക്കമുള്ള വന്യമൃഗങ്ങൾ കാടിറങ്ങുന്നത്
തടയുന്നതിനായി AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് സ്മാർട്ട് ഫെൻസിംഗ് നിലവിൽ വന്നത് എവിടെയാണ്? സ്മാർട്ട് ഫെൻസിംഗ് ഉപയോഗിച്ച് സ്മാർട്ട് ഫെൻസിംഗ് നിലവിൽ വന്നത് അറിയോടാ? ഞാൻ ഒന്നുകൂടി ക്വസ്റ്റ്യൻ വായിക്കാം. രാജ്യത്താദ്യമായി കാട്ടാനടക്കമുള്ള വന്യമൃഗങ്ങൾ കാടിറങ്ങുന്നത് തടയുന്നതിനായി AI ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് സ്മാർട്ട് ഫെൻസിംഗ് നിലവിൽ വരുന്നത് എവിടെയാണ്? അത് ചെതലയമാണ്. എവിടെയാണ്? ഓപ്ഷൻ ബി ചെതലയം. ഓക്കെ അല്ലേ? ഇനി 18ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, രാഷ്ട്രപതി ഭവനിലെ മുഗൾ ഗാർഡന്റെ പുതിയ പേര് എന്താണ് കൂട്ടുകാരെ? എന്താണ് രാഷ്ട്രപതി ഭവനിലെ മുഗൾ ഗാർഡന്റെ പുതിയ പേര്? അമൃത് ഉദ്യാൻ എന്നാണ്. ഓപ്ഷൻ ഡി അമൃത് ഉദ്യാൻ എന്നാണ്. ഓപ്ഷൻ ഡി അമൃത് ഉദ്യാൻ എന്നാണ് രാഷ്ട്രപതി ഭവനിലെ മുഗൾ ഗാർഡന്റെ പുതിയ പേര്. ഓക്കെ, എങ്കിൽ 19ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിലെ ഏത് ഗർത്തത്തിലാണ് ചൈനയുടെ ചാങ് E6 പേടകം ഇറങ്ങിയത് എന്നാണ് ക്വസ്റ്റ്യൻ. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിലെ ഏത് ഗർത്തത്തിലാണ് ചൈനയുടെ ചാങ് E6 എന്ന പേടകം ഇറങ്ങിയത് അറിയോ? അത് അപ്പോളോ ബേസിൻ. ഓപ്ഷൻ സി അപ്പോളോ ബേസിൻ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. എന്താണ്? ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിലെ ഏത് ഗർത്തത്തിലാണ് ചൈനയുടെ ചാങ് E6 എന്ന പേടകം ഇറങ്ങിയത്? അപ്പോളോ ബേസിൻ. ഓക്കെ അല്ലേ? എങ്കിൽ നെക്സ്റ്റ് 2024 യൂറോ കപ്പ് ഫുട്ബോളിന് വേദിയാകുന്ന രാജ്യം അറിയോടാ? അത് ഓപ്ഷൻ എ ജർമ്മനിയാണ്. ഓപ്ഷൻ എ ജർമ്മനി. ഓക്കെ അല്ലേ? അപ്പം 2024 യൂറോ കപ്പ് ഫുട്ബോളിന് വേദിയാകുന്ന രാജ്യം ജർമ്മനി. ഓപ്ഷൻ എ ജർമ്മനിയാണ്. ഓക്കെ, ഇനി 21ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നത്? ബ്രിട്ടീഷ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക എന്നാണ് പറഞ്ഞത്. ഓക്കെ അല്ലേ? അപ്പം ബ്രിട്ടീഷ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് നോക്കിക്കൂടെ ശരിയായ പ്രസ്താവനയാണോ തെറ്റാണോ എന്ന് നോക്കിക്കൂടെ? യെസ്. ഈ ഒന്നാമത്തെ പ്രസ്താവന പറയുന്നത് റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരമാണ് വാറൻ ഹേസ്റ്റിംഗ്സിന്റെ കാലത്ത് കൽക്കട്ടയിൽ സുപ്രീം കോടതി സ്ഥാപിതമായത്. ശരിയല്ലേ? ശരിയാണ്. അപ്പം റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരമാണ് വാറൻ ഹേസ്റ്റിംഗ്സിന്റെ കാലത്ത് കൽക്കട്ടയിൽ സുപ്രീം കോടതി സ്ഥാപിതമായത്. ശരിയായ പ്രസ്താവനയാണ്. എങ്കിൽ രണ്ടാമത്തെ പ്രസ്താവന ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കിയ 1773 റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരമാണ് വാറൻ ഹേസ്റ്റിംഗ്സ് ഗവർണർ ജനറലായി നിയമിതനായത്. ഓക്കെ അല്ലേ? അതും ശരിയാണ്. ബ്രിട്ടീഷ് ഗവൺമെന്റ് പാസാക്കിയ 1773 റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരമാണ് വാറൻ ഹേസ്റ്റിംഗ്സ് ഗവർണർ ജനറലായി നിയമിതനായത്. ഓക്കെ, ഇനി രണ്ടാമത്തെ പ്രസ്താവന ശരിയാണ്. ഇനി നമുക്ക് മൂന്നാമത്തെ പ്രസ്താവന വായിച്ചുകൂടാ? മൂന്നാമത്തെ പ്രസ്താവന ഇനി ടിപ്പു സുൽത്താനുമായി ശ്രീലങ്ക പട്ടണ ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് വാറൻ ഹേസ്റ്റിംഗ്സിന്റെ കാലത്താണ്. എന്താണ്? ടിപ്പു സുൽത്താനുമായി ശ്രീലങ്ക പട്ടണ ഉടമ്പടി ഒപ്പുവെച്ചത് വാറൻ ഹേസ്റ്റിംഗ്സിന്റെ കാലത്താണ്. അത് തെറ്റായ പ്രസ്താവനയാണ്. ഇനി നാലാമത്തെ പ്രസ്താവന 1778 നടന്ന റോഹില്ല യുദ്ധത്തിലൂടെ ആവത് നവാബ് റോഹിൻഗഡിനെ പിടിച്ചെടുത്തു. അതും തെറ്റായ പ്രസ്താവനയാണ്. ഇതിൽ ശരിയായ പ്രസ്താവന എന്ന് പറയുന്നത് 1ഉം 2ഉമാണ്. ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. ഓക്കെ അല്ലേടാ? ഇനി 22ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നത്? 22ാമത്തെ ക്വസ്റ്റ്യൻ ഹിന്ദു മുസ്ലിം ഐക്യത്തിനു മേൽ പതിച്ച ബോംബ് എന്ന് ബംഗാൾ വിഭജനത്തെ വിശേഷിപ്പിച്ചത് ആരാണ്? എന്താണ്? ഹിന്ദു മുസ്ലിം ഐക്യത്തിനു മേൽ പതിച്ച ബോംബ് എന്ന് ഏതിനെ ബംഗാൾ വിഭജനത്തെ വിശേഷിപ്പിച്ചത് ആരാ കൂട്ടുകാരെ? ആരാണ് അറിയോടാ? യെസ്, ഓപ്ഷൻ ഡി സുരേന്ദ്രനാഥ ബാനർജി ആണ് ഇത്തരത്തിൽ അഭിപ്രായപ്പെട്ടത്. ആരാണ്? സുരേന്ദ്രനാഥ ബാനർജി. ഓക്കെ അല്ലേ? ഇനി 23ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 23ാമത്തെ ക്വസ്റ്റ്യൻ രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ഏത് രാജ്യത്തെ കീഴടക്കാൻ ജർമ്മനി തയ്യാറാക്കിയ പദ്ധതിയാണ് ഓപ്പറേഷൻ സീ ലയൺ? ഓപ്പറേഷൻ സീ ലയൺ നമുക്കറിയാം ബ്രിട്ടൻ അല്ലേ? ബ്രിട്ടൻ ഇതിനെയാണ് ജർമ്മനി തയ്യാറാക്കിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ സീ ലയൺ. ഞാൻ വായിക്കാം. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ബ്രിട്ടനെ കീഴടക്കാൻ വേണ്ടിയിട്ട് ജർമ്മനി തയ്യാറാക്കിയ പദ്ധതിയാണ് ഓപ്പറേഷൻ സീ ലയൺ. എന്താണ് ഓപ്പറേഷൻ സീ ലയൺ? ഓക്കെ അല്ലേ? ഓപ്ഷൻ എ ബ്രിട്ടൻ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇനി 24ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? 24ാമത്തെ ക്വസ്റ്റ്യൻ വിദേശാധിനിവേശവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ് ശരിയായ പ്രസ്താവന കണ്ടെത്താനായി പറഞ്ഞിട്ടുള്ളത്? ഓക്കെ അല്ലേടാ? എല്ലാവരും ഓക്കെ അല്ലേ? യെസ്. ഇനി കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴി കേരളത്തിലേക്ക് എത്തിച്ചേരുന്ന ആദ്യത്തെ യൂറോപ്യൻ ശക്തിയായിരുന്നു ഡച്ചുകാർ. തെറ്റല്ലേ? പോർച്ചുഗീസുകാരാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇനി കാർട്ടസ് വ്യവസ്ഥയിലൂടെ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ വ്യാപാര കുത്തക പോർച്ചുഗീസുകാർ സ്വന്തമാക്കി. അത് ശരിയായ പ്രസ്താവനയാണ്. എന്താണ്?
കാട്ടസ് വ്യവസ്ഥയിലൂടെ എന്താണ് കാട്ടസ് വ്യവസ്ഥയിലൂടെ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ വ്യാപാര കുത്തക പോർച്ചുഗീസുകാർ സ്വന്തമാക്കി. ശരിയായ പ്രസ്താവനയാണ്. ഇനി കോഴിക്കോട്, കണ്ണൂര്, കൊച്ചി, കൊല്ലം എന്താണ് കോഴിക്കോട്, കണ്ണൂർ, കൊച്ചി, കൊല്ലം എന്നിവിടങ്ങളിലെ ഭരണാധികാരികളുമായി വ്യാപാര ഉടമ്പടിയിൽ ഏർപ്പെടാൻ പോർച്ചുഗീസുകാർക്ക് കഴിഞ്ഞില്ലേ? യെസ്, അതും ശരിയായ പ്രസ്താവനയാണ്. ഈ കാട്ടസ് വ്യവസ്ഥ എന്തൊക്കെയാണെന്ന് നമ്മൾ മുൻ ക്ലാസ്സിൽ ചർച്ച ചെയ്തിട്ടുണ്ടല്ലേ. അപ്പം അതുകൊണ്ടാണ് ഇവിടെ ഈ കാട്ടസ് വ്യവസ്ഥ എന്താണ് അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാത്തത് അതുകൊണ്ടാണ്. കാരണം എന്താണ് നമ്മുടെ സമയം വലിച്ചു നീട്ടാൻ വേണ്ടി കഴിയില്ല. കാരണം എന്താണ് പല കൂട്ടുകാർ ഒരു പരീക്ഷ ചെയ്യുന്ന അതേ ലെവലിൽ എന്താണ് ഇത് കാണുന്ന ആൾക്കാർക്ക് ഒരു പരീക്ഷ എഴുതുന്ന ആ ഒരു ഫീൽ കിട്ടണം. ഇനി ഇതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റ് ഒക്കെ പറഞ്ഞു പോയാൽ ഇത് നീളും അല്ലേ. അത്തരത്തിൽ നമ്മൾ ഓൾറെഡി ചർച്ച ചെയ്ത കാര്യങ്ങളാണ് കാട്ടസ് വ്യവസ്ഥ എന്താണ് അല്ലേ. യെസ്, ഓക്കെ. ഇനി നാലാമത്തെ പ്രസ്താവന, തങ്ങളുടെ അധികാര കേന്ദ്രങ്ങൾ മാർത്താണ്ഡവർമ്മയിൽ നിന്നും തിരിച്ചു പിടിക്കാനുള്ള ഡച്ചുകാരുടെ ശ്രമമായിരുന്നു കുളച്ചൽ യുദ്ധത്തിലേക്ക് നയിച്ചത്. അതും ശരിയായ പ്രസ്താവനയാണ്. അപ്പം കുളച്ചൽ 1741 അപ്പം തങ്ങളുടെ അധികാര കേന്ദ്രങ്ങൾ മാർത്താണ്ഡവർമ്മയിൽ നിന്നും തിരിച്ചു പിടിക്കാനുള്ള ഡച്ചുകാരുടെ ശ്രമങ്ങളായിരുന്നു കുളച്ചൽ യുദ്ധത്തിലേക്ക് നയിച്ചത്. അതും ശരിയായ പ്രസ്താവനയാണ്. ഇതിൽ ശരിയായ പ്രസ്താവന എന്ന് പറയുന്നത് 2, 3, 4 ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ, യെസ്. ഇനി 25ാമത്തെ ക്വസ്റ്റ്യൻ, സ്വതന്ത്രമായി ചിന്തിക്കുക, ധീരമായി ചോദ്യം ചെയ്യുക എന്ന് ആഹ്വാനം ചെയ്ത നായകൻ, നവോത്ഥാന നായകൻ ആരാണ് കൂട്ടുകാരെ? എന്താണ് പറഞ്ഞത്? സ്വതന്ത്രമായി ചിന്തിക്കുക, ധീരമായി ചോദ്യം ചെയ്യുക എന്ന് ആഹ്വാനം ചെയ്ത നവോത്ഥാന നായകൻ 25 ഓപ്ഷൻ എ സഹോദരൻ അയ്യപ്പനാണ്. സഹോദരൻ അയ്യപ്പൻ. ഇനി 26ാമത്തെ ക്വസ്റ്റ്യൻ, 7 തരം വലിയ തോത് ഭൂപടങ്ങൾക്ക് ഉദാഹരണമാണ് ഗ്രാമഭൂപടങ്ങൾ. 7 തരം വലിയ തോത് ഭൂപടങ്ങൾക്കാണ് ഗ്രാമഭൂപടങ്ങൾ. നമുക്കറിയാം ഗ്രാമഭൂപടങ്ങൾക്ക് ഏത് ഉദാഹരണമാണ്? കഡസ്ട്രിയൽ ഭൂപടങ്ങൾക്ക് ഉദാഹരണമായത് ഗ്രാമഭൂപടങ്ങൾ. ഓക്കെ അല്ലേടാ. ഇനി 27ാമത്തെ ക്വസ്റ്റ്യൻ, മാൻഡിലിനെ കുറിച്ചുള്ള തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്താൻ പറഞ്ഞിട്ടുള്ളത്. മാൻഡിലിനെ കുറിച്ചുള്ള തെറ്റായ പ്രസ്താവന കണ്ടെത്താൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. ഇനി ഭൂവൽക്കത്തിന് താഴെയായി സ്ഥിതി ചെയ്യുന്നു. ശരിയല്ലേ? ഭൂവൽക്കം മാൻഡിൽ. ഓക്കെ, ശരി. ഓപ്ഷൻ ഒന്നാമത്തെ പ്രസ്താവന ശരിയാണ്. ഇനിയോ രണ്ടാമത്തെ പ്രസ്താവന, ഭൂവൽക്ക പാളിക്ക് താഴെ തുടങ്ങി 2900 കിലോമീറ്റർ വരെയാണ് ഏത് മാൻഡിൽ സ്ഥിതി ചെയ്യുന്നത്. അപ്പം ഭൂവൽക്ക പാളിയിൽ നിന്ന് തുടങ്ങി പാളിക്ക് താഴെ തുടങ്ങി 2900 കിലോമീറ്റർ വരെയാണ് മാൻഡിൽ കാണപ്പെടുന്നത്. അതും ശരിയായ പ്രസ്താവനയാണ്. എങ്കിൽ മൂന്നാമത്തെ പ്രസ്താവന, ഉപരി മാൻഡിൽ, അധോ മാൻഡിൽ ഇങ്ങനെ 2 ഭാഗങ്ങളായി മാൻഡിൽ വിഭജിക്കപ്പെട്ടിരിക്കുന്നു. ശരിയായ പ്രസ്താവനയാണ്. മൂന്നാമത്തെ പ്രസ്താവനയും ശരിയാണ്. ഇനി ഭൂമിയുടെ പിണ്ഡത്തിൽ ഏറ്റവും കുറവുള്ള ഭാഗമാണ് മാൻഡിൽ. തെറ്റായ പ്രസ്താവനയാണ്. ഡി ആണ് ഇതിൽ തെറ്റായ പ്രസ്താവന. അപ്പം ഭൂവൽക്കത്തിന് താഴെ സ്ഥിതി ചെയ്യുന്നത് എന്നാണ് മാൻഡിൽ. ഭൂവൽക്ക പാളിക്ക് താഴെ തുടങ്ങി 2900 കിലോമീറ്റർ വരെയാണ് മാൻഡിൽ സ്ഥിതി ചെയ്യുന്നത്. ഈ മാൻഡിലിനെ ഉപരി മാൻഡിൽ, അധോ മാൻഡിൽ എന്നിങ്ങനെ 2 ഭാഗങ്ങളായി വിഭജിക്കാം. ഓക്കെ അല്ലേ? ഇനി 28ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 28ാമത്തെ ക്വസ്റ്റ്യൻ, തങ്കശ്ശേരി ബീച്ച് ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? തങ്കശ്ശേരി ബീച്ച് ഏത് ജില്ലയിലാണ് കൂട്ടുകാരെ സ്ഥിതി ചെയ്യുന്നത്? അത് കൊല്ലം ജില്ലയിലാണ്. ഏത് ജില്ലയിലാണ്? കൊല്ലം ജില്ല. ഓക്കെ അല്ലേടാ. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇനി ഉപദ്വീപീയ പീഠഭൂമിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ശരിയായത് തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് നോക്കിക്കൂടെ ഓപ്ഷൻസ്. ഒന്നാമത്തെ പ്രസ്താവന പറയുന്നത് ഉപദ്വീപീയ പീഠഭൂമിയുമായി ബന്ധപ്പെട്ട ഒന്നാമത്തെ പ്രസ്താവന പറയുന്നത്, നദീ സമതലങ്ങളിൽ നിന്നും 150 മീറ്റർ മുതൽ 600-900 മീറ്റർ വരെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഉപദ്വീപീയ പീഠഭൂമി ക്രമരഹിതമായ ത്രികോണ ആകൃതിയിലുള്ള ഭൂവിഭാഗമാണ്. അത് ശരിയായ പ്രസ്താവനയാണ്. ശരിയായ പ്രസ്താവന എന്താണ്? നദീ സമതലങ്ങളിൽ നിന്നും 150 മീറ്റർ മുതൽ 600-900 മീറ്റർ വരെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഉപദ്വീപീയ പീഠഭൂമി ക്രമരഹിതമായ ത്രികോണ ആകൃതിയിലുള്ള ഭൂവിഭാഗമാണ്. ശരിയായ പ്രസ്താവനയാണ്. ഇനിയോ കിഴക്ക് താജ്മഹൽ കുന്നുകൾ, പടിഞ്ഞാറ് ഗിർ മലനിര, തെക്ക് ഏലമലകൾ എന്നിവയാണ് ഉപദ്വീപീയ പീഠഭൂമിയിലെ അതിർത്തികൾ. ശരിയായ പ്രസ്താവനയാണ്. ഇതും ശരിയായ പ്രസ്താവനയാണ്. കിഴക്ക് രാജ്മഹൽ കുന്നുകൾ, പടിഞ്ഞാറ് ഗിർ മലനിര, തെക്ക് ഏലമലകൾ എന്നിവയാണ് ഉപദ്വീപീയ പീഠഭൂമിയുടെ അതിർത്തികൾ. അതും ശരിയായ പ്രസ്താവനയാണ്. ഇനി പൊതുവെ ഉപദ്വീപീയ പീഠഭൂമിയുടെ ഉയരം പടിഞ്ഞാറിൽ നിന്നും കിഴക്കോട്ട് കുറയുന്നു. ശരിയല്ലേ? ശരിയാണ്. ഈ മൂന്നാമത്തെ പ്രസ്താവനയും ശരിയാണ്. പൊതുവെ ഉപദ്വീപീയ പീഠഭൂമിയുടെ ഉയരം
പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടേക്ക് കുറയുന്നു. ഇനി നാലാമത്തെ പ്രസ്താവന, പീഠഭൂമിയുടെ പടിഞ്ഞാറ് ഭാഗങ്ങളെ എന്താണ് പീഠഭൂമിയുടെ പടിഞ്ഞാറ് അതുപോലെ തന്നെ വടക്ക് പടിഞ്ഞാറ് ഭാഗങ്ങളെ ധാരാളം കറുത്ത മണ്ണിന്റെ സാന്നിധ്യമുണ്ട്. ഇതും ശരിയായ പ്രസ്താവനയാണ്. അപ്പം എന്താണ് പൊതുവെ പീഠഭൂമിയുടെ പടിഞ്ഞാറ് അതുപോലെ തന്നെ വടക്ക് പടിഞ്ഞാറ് ഭാഗങ്ങളിലായി ധാരാളം കറുത്ത മണ്ണിന്റെ സാന്നിധ്യമുണ്ട്. ഈ 4 പ്രസ്താവനകൾ ശരിയാണ്. ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ അല്ലേടാ? എങ്കിൽ 30ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, പോങ് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ്? നമുക്കറിയാം പോങ് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ബിയാസ് നദിയിലാണ്. ഇതാണ് ബിയാസ്. പോങ് അണക്കെട്ട് ഏത് നദിയിലാണ് കൂട്ടുകാരെ? ബിയാസിലാണ്. എങ്കിൽ 31ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? 31ാമത്തെ ക്വസ്റ്റ്യൻ, പാലുൽപാദനം വർദ്ധിപ്പിക്കുന്നതിനായി നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് നടപ്പിലാക്കിയ പദ്ധതി ഓപ്പറേഷൻ എന്താണ്? പാലുൽപാദനം വർദ്ധിപ്പിക്കുന്നതിനായി നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് നടപ്പിലാക്കിയ ഓപ്പറേഷൻ ഫ്ലഡ് ആരംഭിച്ച പഞ്ചവത്സര പദ്ധതി ഏതാണ്? നമുക്കറിയാം അത് 4ാം പഞ്ചവത്സര പദ്ധതിയാണ്. ഏതാണ് 4ാം പഞ്ചവത്സര പദ്ധതി? ഓപ്പറേഷൻ ഫ്ലഡ് നടപ്പിലാക്കിയ പഞ്ചവത്സര പദ്ധതി ഏതാണ്? 4ാം പഞ്ചവത്സര പദ്ധതിയാണ്. ഓക്കെ, ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇനി 32ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? 32ാമത്തെ ക്വസ്റ്റ്യൻ, യെസ്, ഉൽപാദക ഘടകങ്ങളിലെ നിഷ്ക്രിയ ഘടകങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഉൽപാദക ഘടകങ്ങളിലെ നിഷ്ക്രിയ ഘടകങ്ങൾ ഉൾപ്പെടാത്തത് ഏതാണ്? ഓക്കെ അല്ലേ? ഇനി തൊഴിൽ, സംഘടനം എന്നിവയാണ് നിഷ്ക്രിയ ഘടകങ്ങൾ ഉൾപ്പെടാത്തത്. ഭൂമി, മൂലധനം എന്നിവ എന്താണ്? നിഷ്ക്രിയ ഘടകങ്ങളിൽ ഉൾപ്പെടുന്നതാണ്. അപ്പം ഉൽപാദക ഘടകങ്ങളിൽ നിഷ്ക്രിയ ഘടകങ്ങൾ തൊഴിൽ, സംഘാടനവും നിഷ്ക്രിയ ഘടകങ്ങൾ ഭൂമിയും മൂലധനവുമാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ശരിയായിട്ടുള്ള ഉത്തരം വരുന്നത് ഓപ്ഷൻ എ 1, 2 എന്നിവയാണ്. ഇനി നെക്സ്റ്റ് 33ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഔട്ട്സോഴ്സിംഗ് താഴെ പറയുന്നവയിൽ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഔട്ട്സോഴ്സിംഗ് താഴെ പറയുന്നവയിൽ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അറിയോടാ? ഇതിൽ ആഗോളവൽക്കരണം, ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അപ്പം ഔട്ട്സോഴ്സിംഗ് താഴെ പറയുന്നതിൽ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആഗോളവൽക്കരണം. ഓക്കെ അല്ലേ? ഇനി 34ാമത്തെ ക്വസ്റ്റ്യൻ പഠിച്ചുകൂടെ? 34ാമത്തെ ക്വസ്റ്റ്യൻ, യെസ്. ഇനി ജനകീയ പദ്ധതിയുമായി ബന്ധപ്പെട്ട വസ്തുതകൾ തെറ്റായ തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ജനകീയ പദ്ധതിയുമായി ബന്ധപ്പെട്ട വസ്തുതകളിൽ തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ അല്ലേ? ഇനി ജനകീയ പദ്ധതി ഒന്നാമത്തെ ഓപ്ഷൻ പറയുന്നത്, യെസ്, ജനകീയ പദ്ധതി ആവിഷ്കരിച്ചത് എം.എൻ. റോയി ആണ്. ശരിയായ പ്രസ്താവനയല്ലേ? യെസ്, ജനകീയ പദ്ധതി ആവിഷ്കരിച്ചത് ആരാണ് കൂട്ടുകാരെ? എം.എൻ. റോയി ആണ്. എം.എൻ. റോയി. ഇനി രണ്ടാമത്തെ പ്രസ്താവന, 10 വർഷത്തിനുള്ളിൽ രാജ്യത്തെ എല്ലാ ജനങ്ങൾക്കും അടിസ്ഥാന ആവശ്യങ്ങൾ ലഭ്യമാക്കാൻ ലക്ഷ്യമിട്ടു. പഞ്ചവത്സര പദ്ധതി ജനകീയ പദ്ധതിയുടെ ലക്ഷ്യം എന്താണ്? 10 വർഷത്തിനുള്ളിൽ രാജ്യത്തെ എല്ലാ ജനങ്ങൾക്കും അടിസ്ഥാന ആവശ്യങ്ങൾ ലഭ്യമാക്കാൻ ലക്ഷ്യമിടുക. അത് ശരിയായ പ്രസ്താവനയാണ്. ഇനിയോ, വ്യവസായങ്ങൾക്ക് പ്രാഥമിക പരിഗണന നൽകി. ഇത് തെറ്റായ പ്രസ്താവന അല്ലേടാ? ഈ മൂന്നാമത്തത് ജനകീയ പദ്ധതിയുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനയാണ്. ഓക്കെ, ഇനി 4ാമത്തെ പ്രസ്താവന, റാഡിക്കൽ പ്ലാൻ എന്നറിയപ്പെടുന്നു. ഇത് ശരിയാണ്. എന്താണ് റാഡിക്കൽ പ്ലാൻ എന്നറിയപ്പെടുന്നത്? ജനകീയ പദ്ധതി 1945 എം.എൻ. റോയി. ഓക്കെ അല്ലേ? അപ്പം റാഡിക്കൽ പ്ലാൻ എന്നറിയപ്പെടുന്നത് ജനകീയ പദ്ധതിയാണ്. അപ്പം ജനകീയ പദ്ധതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഞാൻ ഒന്നുകൂടി വായിക്കാം. ജനകീയ പദ്ധതി ആവിഷ്കരിച്ചതാരാണ്? എം.എൻ. റോയി ആണ്. 10 വർഷത്തിനുള്ളിൽ രാജ്യത്തെ എല്ലാ ജനങ്ങൾക്കും അടിസ്ഥാന ആവശ്യങ്ങൾ ലഭ്യമാക്കാൻ ലക്ഷ്യമിട്ടു. ഏത്? ജനകീയ പദ്ധതി. റാഡിക്കൽ പ്ലാൻ എന്നറിയപ്പെടുന്ന ഏതാണ് കൂട്ടുകാരെ? ജനകീയ പദ്ധതിയാണ്. ഓക്കെ അല്ലേടാ? ഇനി 35ാമത്തെ ക്വസ്റ്റ്യൻ പലതവണ PSC ചോദിച്ചതാണ്. താഴെ പറയുന്നവയിൽ GSTയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടത് ഏതാണ്? എന്നാണ് ചോദ്യം. ഇതൊക്കെ GSTയിൽ ഉൾപ്പെട്ടത് ഏത്, ഒഴിവാക്കിയത് എന്നൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. ഇതൊക്കെ ഓർക്കണേ. യെസ്, 35ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കിക്കൂടെ? ഓപ്ഷൻ എ, വൈദ്യുതി GSTയിൽ നിന്ന് ഒഴിവാക്കിയിട്ടില്ലേ? യെസ്, ഒഴിവാക്കിയിട്ടുണ്ടല്ലേ. ഇനി പെട്രോളിയം ഉൽപ്പന്നങ്ങൾ, ഓപ്ഷൻ ബി, അതും GSTയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ടോ? ഒഴിവാക്കിയിട്ടുണ്ട്. ഇനിയോ, മനുഷ്യ ഉപഭോഗത്തിനുള്ള മദ്യം GSTയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ മൂന്നും GSTയിൽ നിന്നും ഒഴിവാക്കപ്പെട്ടവയാണ്. അപ്പോൾ GSTയിൽ നിന്നും ഒഴിവാക്കപ്പെട്ടവ ഏതാണ്? വൈദ്യുതിയുണ്ട്, പെട്രോളിയം ഉൽപ്പന്നങ്ങളുണ്ട്, അതുപോലെ തന്നെ മനുഷ്യ ഉപഭോഗത്തിനുള്ള മദ്യം, ഇവയെല്ലാം GSTയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. ഇനി ഇന്ത്യയിലെ പരോക്ഷ തെരഞ്ഞെടുപ്പ് പിന്തുടരാത്തത് ഏത് തെരഞ്ഞെടുപ്പിനാണ്? ഇന്ത്യയിലെ പരോക്ഷ തെരഞ്ഞെടുപ്പ് കൂട്ടുകാരെ? ഇന്ത്യയിലെ പരോക്ഷ തെരഞ്ഞെടുപ്പ് രീതി പിന്തുടരാത്തത് ഏത് തെരഞ്ഞെടുപ്പിനാണ്? നമുക്കറിയാം ലോകസഭ. ഓപ്ഷൻ
പ്രസിഡന്റ് ലോകസഭയാണ് ഉത്തരം. അത് എല്ലാവർക്കും അറിയാം അല്ലേ. അപ്പം ഇന്ത്യയിൽ ലോകസഭ, രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, രാജ്യസഭ എന്നിവയിൽ തിരഞ്ഞെടുപ്പ് എത്തരത്തിലുള്ള തിരഞ്ഞെടുപ്പാണ്? പരോക്ഷ തിരഞ്ഞെടുപ്പാണ് അല്ലേ. അപ്പം ലോകസഭയിൽ പരോക്ഷ തിരഞ്ഞെടുപ്പ് അല്ല. ഓക്കെ, ഇനി 37ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നത്? 37ാമത്തെ ക്വസ്റ്റ്യൻ, ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തിൽ ഉൾപ്പെടാത്തത് ഏത് എന്ന് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ്? ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള സ്വാതന്ത്ര്യത്തിനുള്ള അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് എന്നാണ് കണ്ടെത്താൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ അല്ലേ. നമുക്ക് നോക്കിക്കൂടെ? സംഘടനകൾ രൂപീകരിക്കാനുള്ള സ്വാതന്ത്ര്യം, അത് ശരിയല്ലേ? ഒരു സ്വാതന്ത്ര്യമല്ലേ നമ്മുടെ? യെസ്. അപ്പം സ്വാതന്ത്ര്യത്തിൽ അവകാശം ഉൾപ്പെടുന്നതാണ് സംഘടനകൾ രൂപീകരിക്കാനുള്ള സ്വാതന്ത്ര്യം. ഇനി രണ്ടാമത്തത്, സംസാരത്തിനും ആശയപ്രകടനത്തിനുമുള്ള സ്വാതന്ത്ര്യം, ശരിയല്ലേ? അതും ശരിയാണ്. ഇനിയോ, ഒരു വ്യക്തിയുടെ ജീവനോ സ്വാതന്ത്ര്യമോ ഹനിക്കുവാനുള്ള അവകാശം, അത് തെറ്റല്ലേടാ? ഒരു വ്യക്തിയുടെ ജീവനോ സ്വാതന്ത്ര്യമോ ഹനിക്കാനുള്ള അവകാശം നമുക്കുണ്ടോ? ഇല്ല അല്ലേ. യെസ്. ഇനി അത് ഓപ്ഷൻ സി തെറ്റാണ്. ഇനിയോ, 6 മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം, അത് ശരിയാണ്. ഓക്കെ, ഇതിൽ തെറ്റായത് ഏതാണ്? ഉൾപ്പെടാത്ത ഏതാണ്? ഓപ്ഷൻ സി ആണ്. ഇനി നെക്സ്റ്റ് 38ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടന അനുച്ഛേദം ഏതാണ്? എന്താണ്? കൺസോളിഡേറ്റ് ഫണ്ട് ഓഫ് ഇന്ത്യ. എന്താണ് കൂട്ടുകാരെ? കൺസോളിഡേറ്റ് ഫണ്ട് ഓഫ് ഇന്ത്യയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടന അനുച്ഛേദം ഏതാണ്? അറിയോടാ? അത് അനുച്ഛേദം 266. ഓപ്ഷൻ എ 266 ആണ് കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടന അനുച്ഛേദം. ഓക്കെ അല്ലേടാ. ഇനി 39ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് കൂട്ടുകാർ? 39ാമത്തെ ക്വസ്റ്റ്യൻ, ഭരണഘടനയുടെ നിർദ്ദേശ തത്വങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. എന്താണ്? ഭരണഘടനയിലെ നിർദ്ദേശ തത്വങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയായവ കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കിക്കൂടെ? യെസ്. ഒന്നാമത്തെ പ്രസ്താവന, ഒരു ക്ഷേമരാഷ്ട്രം സൃഷ്ടിക്കുന്നതിനുള്ള സഹായകമാകുന്ന നയങ്ങൾ ഉൾക്കൊള്ളുന്നു. നിർദ്ദേശത്വങ്ങൾ എന്താണ്? ഒരു ക്ഷേമരാഷ്ട്രം സൃഷ്ടിക്കുന്നതിനുള്ള സഹായകമാകുന്ന നയങ്ങൾ ഉൾക്കൊള്ളിക്കുന്നു. അത് ശരിയായ പ്രസ്താവനയാണ്. ഇനി രണ്ടാമത്തെ പ്രസ്താവന, മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുത്താൻ സാധിക്കാതിരുന്ന അവകാശങ്ങൾ നിർദ്ദേശക തത്വങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്നു. ഓക്കെ അല്ലേ. ഈ രണ്ടാമത്തെ പ്രസ്താവന ശരിയാണ്. എന്താണ്? മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടുത്താൻ സാധിക്കാതിരുന്ന അവകാശങ്ങൾ നിർദ്ദേശക തത്വങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ അല്ലേ. ഇനി മൂന്നാമത്തെ പ്രസ്താവന, നിർദ്ദേശക തത്വങ്ങളുടെ സംരക്ഷണത്തിനായി കോടതിയെ സമീപിക്കാൻ കഴിയില്ല. ഓക്കെ അല്ലേ. മൂന്നാമത്തെ പ്രസ്താവന ശരിയാണ്. നമ്മൾ നിർദ്ദേശങ്ങളുടെ ലംഘിക്കാൻ എന്താണ് തത്വങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് ഒരു കേസ് നമുക്ക് സുപ്രീം കോടതിയെ സമീപിക്കാൻ വേണ്ടി പറ്റുമോ? കോടതിയെ സമീപിക്കാൻ വേണ്ടി പറ്റില്ല. ഇനി ജവഹർലാൽ നെഹ്റുവിൻ്റെ ആശയങ്ങളായ ഗ്രാമപഞ്ചായത്ത്, കുടിൽ വ്യവസായം, ലഹരി വസ്തുക്കളുടെ നിരോധനം തുടങ്ങിയവ ഉൾപ്പെട്ടിരിക്കുന്നു. അത് തെറ്റായ പ്രസ്താവനയാണ്. ഇത് ശരിയായ പ്രസ്താവന എന്ന് പറയുന്നത് 1, 2, 3 എന്നിവയാണ്. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ അല്ലേ. ഇനി 40ാമത്തെ ക്വസ്റ്റ്യൻ, മദ്യനിരോധനം ഏത് ലിസ്റ്റിലാണ് ഉൾപ്പെട്ടിട്ടുള്ളത്? മദ്യനിരോധനം ഏത് ലിസ്റ്റിലാണ് ഉൾപ്പെട്ടിട്ടുള്ളത്? നമുക്കറിയാം മദ്യനിരോധനം ഏതിലാണ്? സ്റ്റേറ്റ് ലിസ്റ്റ്. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. മദ്യനിരോധനം ഏത് ലിസ്റ്റിലാണ് കൂട്ടുകാരെ ഉൾപ്പെട്ടിട്ടുള്ളത്? സ്റ്റേറ്റ് ലിസ്റ്റ്. ഓക്കെ, എങ്കിൽ 41ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, ഒന്നാം കേരള ഭരണപരിഷ്കാര കമ്മീഷൻ രൂപീകരിച്ച വർഷം എന്നാണ്. ഒന്നാം കേരള ഭരണപരിഷ്കാര കമ്മീഷൻ രൂപീകരിച്ച വർഷം എന്നാണ് കൂട്ടുകാരെ? അത് 1957 എന്നാണ്. 1957. ഇനി 42ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? 42ാമത്തെ ക്വസ്റ്റ്യൻ, കേരള ഭൂ അഭിവൃദ്ധി ബോർഡിന്റെ ഘടനയുമായി ബന്ധപ്പെട്ട തെറ്റായ വസ്തുത തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ അല്ലേ. കേരള ഭൂ അഭിവൃദ്ധി ബോർഡിന്റെ ഘടനയുമായി ബന്ധപ്പെട്ട തെറ്റായ വസ്തുത തിരഞ്ഞെടുക്കുക. ഇതിൽ ഒന്നാമത്തെ പ്രസ്താവന പറയുന്നത് എന്താണ്? യെസ്, മുഖ്യമന്ത്രിയാണ് ചെയർമാൻ. തെറ്റല്ലേ? ഒന്നാമത്തെ പ്രസ്താവന തന്നെ തെറ്റാണ്. 42 ഒന്നാമത്തെ പ്രസ്താവന തെറ്റാണ്. ഇനിയോ, തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയാണ് കോ ചെയർമാൻ. ശരിയാണ്, തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയാണ് കോ ചെയർമാൻ. ഇനി അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ കമ്മീഷണറാണ് മെമ്പർ സെക്രട്ടറി. അതും ശരിയായ പ്രസ്താവനയാണ്. വിവിധ വകുപ്പുകളെ പ്രതികരിക്കുന്ന 12 എക്സ് ഒഫീഷ്യോ അംഗങ്ങളുണ്ട്. അതും ശരിയായ പ്രസ്താവനയാണ്. ഓക്കെ അല്ലേ. യെസ്. ഇനി 43ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിലെ പ്രൊബേഷൻ സംവിധാനത്തെ നവീകരിക്കുന്നതിനും ശക്തിപ്പെടുത്തുന്നതിനും നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ്? എന്നാണ് കേരളത്തിലെ പ്രൊബേഷൻ സംവിധാനത്തെ നവീകരിക്കുന്നതിനും ശക്തിപ്പെടുത്തുന്നതിനും നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ്? ഓപ്ഷൻ സി നേർവഴിയാണ്. എന്നാണ് നേർവഴി. ഓക്കെ അല്ലേ. യെസ്. ഇനി 44ാമത്തെ ക്വസ്റ്റ്യൻ,
ഇൻസിഡൻറ്റ് റെസ്പോൺസ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏതാണ് എന്നാണ് ചോദ്യം. എന്താണ്? ഇൻസിഡൻറ്റ് റെസ്പോൺസ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏതാണ്? ഒന്നാമത്തെ പ്രസ്താവന നോക്കിക്കൂടെടാ. സംസ്ഥാനതല ഇൻസിഡൻറ്റ് റെസ്പോൺസ് സിസ്റ്റത്തിൻ്റെ കീഴിൽ ഇൻസിഡൻറ്റ് കമാൻഡായി പ്രവർത്തിക്കുന്നത് സംസ്ഥാന ദുരന്ത നിവാരണ കമ്മീഷണറാണ്. ശരിയായ പ്രസ്താവനയാണ്. എന്താണ്? സംസ്ഥാനതല ഇൻസിഡൻറ്റ് റെസ്പോൺസ് സിസ്റ്റത്തിൻ്റെ കീഴിൽ ഇൻസിഡൻറ്റ് കമാൻഡായി പ്രവർത്തിക്കുന്നത് സംസ്ഥാന ദുരന്ത നിവാരണ കമ്മീഷണറാണ്. ഇനി രണ്ടാമത്തെ പ്രസ്താവന, ജില്ലാതല ഇൻസിഡൻറ്റ് റെസ്പോൺസ് സിസ്റ്റത്തിൻ്റെ കീഴിൽ റെസ്പോൺസിബിൾ ഓഫീസറായി പ്രവർത്തിക്കുന്നത് ജില്ലാ കലക്ടറാണ്. അതും ശരിയാണ്. ജില്ലാതല ഇൻസിഡൻറ്റ് റെസ്പോൺസ് സിസ്റ്റത്തിൻ്റെ കീഴിൽ റെസ്പോൺസിബിൾ ഓഫീസറായി പ്രവർത്തിക്കുന്നത് ജില്ലാ കലക്ടറാണ്. ഇനി രണ്ടാമത്തെ പ്രസ്താവന ശരിയാണ്. മൂന്നാമത്തെ പ്രസ്താവന, ജില്ലാതല ഇൻസിഡൻറ്റ് റെസ്പോൺസ് സിസ്റ്റത്തിൻ്റെ കീഴിൽ ഇൻസിഡൻറ്റ് കമാൻഡറായി പ്രവർത്തിക്കുന്നത് ആരാണ്? ഡെപ്യൂട്ടി കലക്ടറാണ്. ഇതും ശരിയായ പ്രസ്താവനയാണ്. ഇനിയോ, താലൂക്ക് തല ഇൻസിഡൻറ്റ് റെസ്പോൺസ് സിസ്റ്റത്തിൻ്റെ കീഴിൽ റെസ്പോൺസിബിൾ ഓഫീസറായി പ്രവർത്തിക്കുന്നത് തഹസീൽദാറാണ്. അത് തെറ്റായ പ്രസ്താവനയാണ്. ഓക്കെ അല്ലേ എടാ? ഇനി നെക്സ്റ്റ് 45ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 45ാമത്തെ ക്വസ്റ്റ്യൻ, നിയമപരമായ ഏകജാലക ക്ലിയറൻസ്. എന്താണ് നിയമപരമായ ഏകജാലക ക്ലിയറൻസിനായി നിയമനിർമ്മാണ സഭയുള്ള ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതാണ്? നമുക്കറിയാം അതേതാണ്. 45 ഓപ്ഷൻ ഡി കേരളമാണ്. കേരളം എന്താണ് ക്വസ്റ്റ്യൻ? ഒന്നുകൂടി വായിക്കാം. ക്വസ്റ്റ്യൻ വായിക്കാം. നിയമപരമായ ഏകജാലക ക്ലിയറൻസിനായി നിയമനിർമ്മാണ സഭയുള്ള ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം നമ്മുടെ കേരളമാണ്. ഏതാണ്? കേരളമാണ്. ഓക്കെ അല്ലേ? ഇനി 46ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? 46ാമത്തെ ക്വസ്റ്റ്യൻ, പി വത്സലയുടെ കൃതികൾ ഉൾപ്പെടാത്ത തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ്? പി വത്സലയുടെ കൃതികളിൽ ഉൾപ്പെടാത്തതായി തിരഞ്ഞെടുക്കുക. ഓക്കെ. ഇനി 46ാമത്തെ ക്വസ്റ്റ്യൻ ഏതാണ്? പാതിരാപ്പൂക്കൾ പി വത്സലയുടെ കൃതിയാണോ? പാതിരാപ്പൂക്കൾ അല്ല. പി വത്സലയുടെ കൃതിയല്ല, പാതിരാപ്പൂക്കൾ. നമുക്കറിയാം സുഗതകുമാരിയുടെ കൃതിയാണ് അല്ലേ? പാതിരാപ്പൂക്കൾ ആരുടേതാണ്? സുഗതകുമാരി. അപ്പം ബാക്കി നിഴലുറങ്ങുന്ന വഴികൾ ആരുടേതാണ്? പി വത്സല. അതുപോലെ തന്നെ കൂമൻ കൊല്ലി പി വത്സല, കറുത്ത മഴ പെയ്യുന്ന താഴ്വര ഇതൊക്കെ ആരാണ്? പി വത്സലയുടെ കൃതിയാണ്. അപ്പം പാതിരാപ്പൂക്കൾ സുഗതകുമാരി, നിഴലുറങ്ങുന്ന വഴികൾ കൂമൻ കൊല്ലി, കറുത്ത മഴ പെയ്യുന്ന താഴ്വര എന്നിവയൊക്കെ പി വത്സലയുടെ കൃതിയാണ്. ഓക്കെ അല്ലേ? യെസ്. ഇനി 47ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? 47ാമത്തെ ക്വസ്റ്റ്യൻ, സൂചനകൾ അടിസ്ഥാനമാക്കി കലാരൂപം ഏതെന്ന് തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ്? സൂചകങ്ങൾ അടിസ്ഥാനമാക്കി താഴെ പറയുന്നത് കലാരൂപം ഏതാണ് തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ അല്ലേ? ഇനി മധ്യ തിരുവിതാംകൂറിലെ ഭദ്രകാളി ക്ഷേത്രങ്ങൾ നടത്തി വരാനുള്ള അനുഷ്ഠാന കലാരൂപമാണ് ഏത്? പടയണി. ഈ ഒറ്റൊരു പ്രസ്താവന മാത്രമേ നമുക്ക് ഉത്തരം കിട്ടിയെന്നാണ്. പടയണിയാണ്. അപ്പം പടയണിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന നമുക്ക് നോക്കാം. മധ്യ തിരുവിതാംകൂറിലെ ഭദ്രകാളി ക്ഷേത്രങ്ങൾ നടത്തി വരാറുള്ള അനുഷ്ഠാന കലാരൂപമാണ് ഏത്? പടയണി. ഇനി കലാരൂപത്തിന്റെ ആദ്യ ചടങ്ങ് ചൂട്ടുവയ്പ് എന്നറിയപ്പെടുന്നു. അപ്പം നമ്മുടെ പടയണി എന്ന കലാരൂപത്തിന്റെ ആദ്യ ചടങ്ങ് ചൂട്ടുവയ്പ് എന്നാണ്. ഇനി ഈ കലാരൂപത്തിന്റെ വിവരം അറിയിച്ചുകൊണ്ടുള്ള അറിയിപ്പ് കാച്ചിക്കൊട്ട് എന്നറിയപ്പെടുന്നു. എന്താണ്? കാച്ചിക്കൊട്ട്. അപ്പം പടയണിയുണ്ട് എന്ന് മറ്റുള്ളവരെ അറിയിക്കാനുള്ള ആദ്യ ചടങ്ങ് ആണ് ഇത് കാച്ചിക്കൊട്ട്. ഏതാണ് കൂട്ടുകാരെ? കാച്ചിക്കൊട്ട്. ഓക്കെ അല്ലേ? അപ്പം മധ്യ തിരുവിതാംകൂറിലെ ഭദ്രകാളി ക്ഷേത്രങ്ങൾ നടത്തി വരാറുള്ള അനുഷ്ഠാന കലാരൂപമാണ് ഏത്? പടയണി. കലാരൂപത്തിന്റെ ആദ്യ ചടങ്ങ് ചൂട്ടുവയ്പ് എന്നറിയപ്പെടുന്നു. ഈ കലാരൂപം ഇതിവിടെ പടയണി നടക്കുന്നുണ്ട് എന്ന് മറ്റുള്ളവരെ അറിയിക്കാനുള്ള ആദ്യ ചടങ്ങ് കാച്ചിക്കൊട്ട് എന്നറിയപ്പെടുന്നു. ഓക്കെ അല്ലേ? ഇനി 48ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 48ാമത്തെ ക്വസ്റ്റ്യൻ, നവരാത്രി സംഗീതോത്സവം ആരംഭിച്ച തിരുവിതാംകൂർ രാജാവ് ആരാണ്? എന്താണ്? നവരാത്രി സംഗീതോത്സവം. 48ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? നവരാത്രി സംഗീതോത്സവം ആരംഭിച്ച തിരുവിതാംകൂർ രാജാവ് നമുക്കറിയാം സ്വാതി തിരുനാളാണ്. ആരാണ് കൂട്ടുകാരെ? സ്വാതി തിരുനാൾ. നവരാത്രി സംഗീതോത്സവം ആരംഭിച്ച തിരുവിതാംകൂർ രാജാവാണ് ആര്? സ്വാതി തിരുനാൾ. ഓക്കെ അല്ലേ? ഇനി കേരള 49ാമത്തെ ക്വസ്റ്റ്യൻ, കേരള ഫോക്ലോർ അക്കാദമിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് നോക്കാം. ഒന്നാമത്തെ പ്രസ്താവന പറയുന്നത് 1998 സ്ഥാപിതമായി. നമുക്കറിയാം കേരള ഫോക്ലോർ അക്കാദമി സ്ഥാപിതമായത് ഏത് വർഷമാണ്? 1995ലാണ്. 1995ലാണ്. യെസ്. ഇനി ഈ ഒന്നാമത്തെ പ്രസ്താവന തെറ്റാണ്.
ഇനി രണ്ടാമത്തെ പ്രസ്താവന, നാടൻ കലകളുടെ പുനരുദ്ധാരണവും സംരക്ഷണത്തിനുമാണ് ലക്ഷ്യം. അപ്പം നമ്മുടെ ഈ ഫോക്ലോർ അക്കാദമിയുടെ ലക്ഷ്യം എന്താണ്? നാടൻ കലകളുടെ പുനരുദ്ധാരണവും സംരക്ഷണവുമാണ് ലക്ഷ്യം. ഈ രണ്ടാമത്തെ പ്രസ്താവന ശരിയാണ്. ഇനിയോ മൂന്നാമത്തെ പ്രസ്താവന, 1,00,000 രൂപ പുരസ്കാര തുകയുള്ള PK കാളൻ അവാർഡ് ഏർപ്പെടുത്തിയത് കേരള ഫോക്ലോർ അക്കാദമിയാണ്. അത് ശരിയായ പ്രസ്താവനയാണ്. 2, 3 ശരിയായ പ്രസ്താവനയാണ്. എന്താണ്? 1,00,000 രൂപ പുരസ്കാര തുകയുള്ള PK കാളൻ അവാർഡ് ഏർപ്പെടുത്തിയത് കേരള ഫോക്ലോർ അക്കാദമിയാണ്. ഓക്കെ. ഇനി നാലാമത്തെ പ്രസ്താവന ശരിയാണോ നോക്കൂടെ. കേരള ഫോക്ലോർ അക്കാദമിയുടെ ആനുകാലിക പ്രസിദ്ധീകരണമാണ് കേലി എന്നാണ് കൊടുത്തിട്ടുള്ളത്. തെറ്റാണ്. എന്താണ്? പൊലിയാണ് ഉത്തരം. എന്താണ്? പൊലി. ഓക്കെ അല്ലേ? അപ്പം നാലാമത്തെ പ്രസ്താവന തെറ്റാണ്. കേരള ഫോക്ലോർ അക്കാദമിയുടെ ആനുകാലിക പ്രസിദ്ധീകരണമാണ് കൂട്ടുകാരെ പൊലി. ഇത് ശരിയായ പ്രസ്താവന എന്താണ്? 1, 2, 3 ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇനി നെക്സ്റ്റ് 50ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? യെസ്, ഇന്ത്യയുടെ കായിക മന്ത്രിയായി ആദ്യ കായിക താരം ആരാണ്? ഇന്ത്യയുടെ കായിക മന്ത്രിയായ എന്താണ്? ഇന്ത്യയുടെ കായിക മന്ത്രിയായ ആദ്യത്തെ കായിക താരം ആരാണ്? നമുക്കറിയാം, അത് രാജ്യവർദ്ധൻ സിംഗ് റാത്തോഡ് എന്നാണ്. ഓപ്ഷൻ ബി, രാജ്യവർദ്ധൻ സിംഗ് റാത്തോഡാണ് ഇന്ത്യയുടെ കായിക മന്ത്രിയായ ആദ്യത്തെ കായിക താരം. ഓക്കെ. ഇനി 51ാമത്തെ ക്വസ്റ്റ്യൻ പഠിച്ചുകൂടെടാ. 51ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? 51ാമത്തെ ക്വസ്റ്റ്യൻ, കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ പ്രവർത്തനം ആരംഭിച്ചത് എന്നാണ്? നമുക്കറിയാം, അത് 2013 ജൂൺ 3-നാണ്. 2013 ജൂൺ 3-നാണ് കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ പ്രവർത്തനം ആരംഭിച്ചത്. ഓക്കെ. എങ്കിൽ 52ാമത്തെ ക്വസ്റ്റ്യൻ, വിവരാവകാശ നിയമപ്രകാരം മൂന്നാം കക്ഷിയുമായി ബന്ധപ്പെട്ട് ചുവടെ പറയുന്ന പ്രസ്താവനകൾ ശരിയായവ കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ്? വിവരാവകാശ നിയമപ്രകാരം മൂന്നാം കക്ഷിയുമായി ബന്ധപ്പെട്ട് ചുവടെ പറയുന്ന പ്രസ്താവനകൾ ശരിയായവ കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ അല്ലേ? യെസ്. നമുക്ക് ഒന്നാമത്തെ പ്രസ്താവന നോക്കാം. വിവരം നൽകുന്ന തീരുമാനമെടുക്കുമ്പോൾ പൊതു താല്പര്യത്തിന് മൂന്നാം കക്ഷിയുടെ അഭിപ്രായത്തേക്കാൾ മുൻഗണന നൽകണം. എന്താണ്? വിവരം നൽകുന്ന തീരുമാനമെടുക്കുമ്പോൾ പൊതു താല്പര്യത്തിന് മൂന്നാം കക്ഷിയുടെ അഭിപ്രായത്തേക്കാൾ മുൻഗണന നൽകണം. അത് ശരിയായ പ്രസ്താവനയാണ്. ഓക്കെ. ഇനി രണ്ടാമത്തെ പ്രസ്താവന, മൂന്നാം കക്ഷിയുടെ വിവരങ്ങൾ നൽകുന്നത് മൂന്നാം കക്ഷിയുടെ അറിവോടെ ആയിരിക്കണം. ശരിയല്ലേ? അപ്പം മൂന്നാം കക്ഷിയുടെ വിവരങ്ങൾ നൽകുന്നത് മൂന്നാം കക്ഷിയുടെ അറിവോടെ ആയിരിക്കണം. അത് ഈ രണ്ട് പ്രസ്താവനകളും ശരിയാണ്. ഓക്കെ അല്ലേടാ? ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇനി 52ാമത്തെ ക്വസ്റ്റ്യൻ, ഉപഭോക്തൃ തർക്ക പരാതി നൽകുന്ന സംഭവം താഴെ പറയുന്നതിൽ ഏതാണ്? എന്താണ്? ഉപഭോക്തൃ തർക്ക പരാതി നൽകാവുന്ന സന്ദർഭം ചുവടെ പറയുന്നവയിൽ ഏതാണ് എന്നാണ് കൊടുത്തത്. ഓക്കെ അല്ലേ? യെസ്. നമുക്ക് നോക്കാം. വിൽപ്പന ത്വരിതപ്പെടുത്തുന്നതിന് വേണ്ടി തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ നൽകുക. അതല്ല ശരിയല്ലേ? അപ്പം വിൽപ്പന വർദ്ധിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ വിൽപ്പന ത്വരിതപ്പെടുത്തുന്നതിന് വേണ്ടി തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ നൽകിയാൽ നമുക്ക് ഉപഭോക്തൃ കോടതിയിൽ എന്താണ് കൊടുത്തുകൂടെ, കേസ് ഫയൽ ചെയ്തുകൂടി. അത് ശരിയായ പ്രസ്താവനയാണ്. ഇനി ജീവന് ഹാനിയായതോ സുരക്ഷിതമല്ലാത്തതോ ആയ സാധനങ്ങൾ വിൽക്കുക എന്നാൽ നമുക്ക് ഉപഭോക്തൃ കോടതിയെ ബന്ധപ്പെട്ടൂടെ. അതും ശരിയായ പ്രസ്താവനയാണ്. ഇനിയോ മായം ചേർക്കൽ നിരോധന നിയമം ലംഘിക്കുക. അതും ശരിയായ പ്രസ്താവനയാണ്. അപ്പം ഈ 3 സന്ദർഭങ്ങളിൽ നമുക്ക് എന്താണ് ഉപഭോക്തൃ തർക്ക പരാതി നൽകാവുന്നതാണ്. അപ്പം ഒരാൾ ഒരു സാധനം വിൽക്കുന്നത് വിൽപ്പന ത്വരിതപ്പെടുത്തുന്നതിന് വേണ്ടി തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യം നൽകിയാലും ജീവൻ ഹാനിയായതോ സുരക്ഷിതമല്ലാത്തതോ ആയ സാധനങ്ങൾ വിറ്റാലോ മായം ചേർക്കൽ നിരോധന നിയമം ലംഘിച്ചിട്ടുള്ളോ ആയ സാധനങ്ങൾ വിറ്റാലോ നമുക്ക് ഉപഭോക്തൃ കോടതിയെ സമീപിക്കാം. ഇനി യെസ്, ഇതിൽ ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം വരുന്നത്. ഓക്കെ അല്ലേ? ഇനി താഴെ പറയുന്ന ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ് എന്നാണ് ചോദിച്ചത്. ഓക്കെ അല്ലേ? 54ാമത്തത് യെസ്. നോക്കൂടെ, മുതിർന്ന പൗരന്മാരുടെ സംരക്ഷണ നിയമത്തിൽ രണ്ടാം അച്ഛനെയും രണ്ടാം അമ്മയെയും അച്ഛനമ്മമാർ എന്ന നിർവചനത്തിൽ ഉൾപ്പെടുത്തുന്നില്ല. അത് തെറ്റായ പ്രസ്താവനയാണ്. ഇത് തെറ്റായ പ്രസ്താവന ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ്? മുതിർന്ന പൗരന്മാരുടെ സംരക്ഷണ നിയമത്തിൽ രണ്ടാം അച്ഛനെയും രണ്ടാം അമ്മയെയും അച്ഛനമ്മമാർ എന്ന നിർവചനത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഈ ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന് പറയുന്ന പ്രസ്താവന തെറ്റാണ്. ഇനി രണ്ടാമത്തെ പ്രസ്താവന, മുതിർന്ന പൗരന്മാരുടെ സംരക്ഷണ ചുമതല അവരുടെ മക്കളുടെ മക്കൾക്കും മാത്രമാണ്. ഇത് തെറ്റായ പ്രസ്താവനയാണ്. ഓക്കെ. മുതിർന്ന പൗരന്മാരുടെ സംരക്ഷണ ചുമതല അവരുടെ മക്കളുടെ മക്കൾക്കും മാത്രമാണ്. അതും തെറ്റായ പ്രസ്താവനയാണ്. ഇനിയോ പൗരാവകാശ നിയമപ്രകാരം അസ്പൃശ്യത കാരണമാക്കിയിട്ടുള്ള മതപരമായ അവശതകൾ നിരോധിക്കുന്നതല്ല. അതും തെറ്റായ പ്രസ്താവനയാണ്. എന്താണ്? പൗരാവകാശ നിയമപ്രകാരം അസ്പൃശ്യത കാരണം
തൊട്ടുകൂടായ്മ കാരണമാക്കിയിട്ടുള്ള മതപരമായ അവശതകൾ നിരോധിക്കുന്നതല്ല, അതും തെറ്റായ പ്രസ്താവനയാണ്. 4ാമത്തെ പ്രസ്താവന, ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളെ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ തലവൻ രാഷ്ട്രപതിയാണ്, അതും തെറ്റായ പ്രസ്താവനയാണ്. അപ്പോൾ ഈ 4 പ്രസ്താവനകളും തെറ്റാണ്, ഈ 4 പ്രസ്താവനകളും തെറ്റാണ്. ഓക്കെ അല്ലേ? യെസ്. ഇനി 55ാമത്തെ ക്വസ്റ്റ്യൻ, വിവാഹം കഴിഞ്ഞ് എത്ര വർഷത്തിനുള്ളിൽ ഭർത്തഗൃഹത്തിൽ വച്ചൊരു സ്ത്രീ ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടാലാണ് അത് സ്ത്രീധനവുമായി ബന്ധപ്പെട്ട മരണമായി കണക്കാക്കുന്നത്? എന്താണ്? വിവാഹം കഴിഞ്ഞ് എത്ര വർഷത്തിനുള്ളിൽ ഭർത്തഗൃഹത്തിൽ വെച്ചൊരു സ്ത്രീ ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടാലാണ് അത് ഒരു സ്ത്രീധനവുമായി ബന്ധപ്പെട്ട മരണമായി കണക്കാക്കുന്നത്? നമുക്കറിയാം 7 വർഷം അല്ലേ? ഓപ്ഷൻ ഡി 7 വർഷമാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇനി 56ാമത്തെ ക്വസ്റ്റ്യൻ, നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ നിലവിൽ വന്ന വർഷം എന്നാണ്? നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ നിലവിൽ വന്ന വർഷം 2010. എന്താണ് കൂട്ടുകാരെ? നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ നിലവിൽ വന്ന വർഷം 2010 ആണ്. 2010. എങ്കിൽ 57ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? 57ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, ശ്വാസകോശവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ നിന്നും ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കിക്കൂടെ? യെസ്. ഇനി 1ാമത്തെ പ്രസ്താവന പറയുന്നത് ശ്വാസകോശത്തിൻ്റെ സങ്കോച വികാസങ്ങളെ നിയന്ത്രിക്കുന്നത് ഡയഫ്രം എന്ന ഭാഗമാണ്. ശരിയല്ലേ? ശരിയായ പ്രസ്താവനയാണ്. ഇനി 2ാമത്തെ പ്രസ്താവന, ഔരാശയത്തിൻ്റെ അടിത്തട്ടിലെ മാംസപേശിയുടെ പാളിയായ ഡയഫ്രമാണ് ശ്വാസകോശത്തിലെ സങ്കോച വികാസങ്ങൾ സാധ്യമാകുന്നത്. ശരിയായ പ്രസ്താവനയാണ്. എന്താണ്? ശരിയായ പ്രസ്താവനയാണ്. യെസ്. എന്താണ്? ഔരാശയത്തിൻ്റെ അടിത്തട്ടിലെ മാംസപേശികളുടെ പാളിയായ ഡയഫ്രമാണ് ശ്വാസകോശത്തിൻ്റെ സങ്കോച വികാസങ്ങൾ സാധ്യമാകുന്നത്. ശരിയായ പ്രസ്താവനയാണ്. ഇനി 3ാമത്തെ പ്രസ്താവന, വാരിയെല്ലിനോട് ചേർന്ന് കാണപ്പെടുന്ന മാംസപേശികൾ ശ്വാസകോശത്തിന്റെ സങ്കോച വികാസങ്ങൾ സാധ്യമാകുന്നു. ഈ 3 പ്രസ്താവനകളും ശരിയാണല്ലേ? ശരിയാണ്. അപ്പം വാരിയെല്ലിനോട് ചേർന്ന് കാണപ്പെടുന്ന മാംസപേശികൾ ശ്വാസകോശത്തിന്റെ സങ്കോച വികാസങ്ങൾ സാധ്യമാകുന്നു. ഈ 3 പ്രസ്താവനകളും ശരിയാണ്. ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ, നെക്സ്റ്റ് 58ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? 58ാമത്തെ ക്വസ്റ്റ്യൻ, ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണം, ത്വക്കിൻ്റെ ആരോഗ്യം എന്നിവയ്ക്ക് ആവശ്യമായ ജീവകം ഏതാണ്? എന്താണ്? ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണത്തിനും ത്വക്കിൻ്റെ ആരോഗ്യത്തിനും ആവശ്യമായ ജീവകം ഏതാണ് കൂട്ടുകാരെ? അത് നമുക്കറിയാം. ഓപ്ഷൻ ബി വൈറ്റമിൻ ബി ആണ്. വൈറ്റമിൻ ബി. അപ്പം ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണം, ത്വക്കിൻ്റെ ആരോഗ്യം എന്നിവയ്ക്ക് ആവശ്യമായ ജീവകം ബി ആണ്. ജീവകം ബി. ഓക്കെ. എങ്കിൽ 59ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? പരിരക്ഷാ പദ്ധതിയുമായി ബന്ധപ്പെട്ട വസ്തുതകൾ ശരിയായവ തിരഞ്ഞെടുക്കുക. എന്താണ്? പരിരക്ഷാ പദ്ധതിയുമായി ബന്ധപ്പെട്ട വസ്തുതകൾ ശരിയായവ തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കിക്കൂടെ? അംഗപരിമിതർക്ക് അടിയന്തര ഘട്ടങ്ങളിൽ സഹായം നൽകുന്ന സാമൂഹ്യനീതി വകുപ്പിന്റെ പദ്ധതിയാണ് ഏത്? പരിരക്ഷാ പദ്ധതി. ശരിയായ പ്രസ്താവനയാണ്. അപ്പോൾ എന്താണ് പരിരക്ഷാ പദ്ധതി? അംഗപരിമിതർക്ക് അടിയന്തര ഘട്ടങ്ങളിൽ സഹായം നൽകുന്ന സാമൂഹ്യനീതി വകുപ്പിന്റെ പദ്ധതിയാണ് പരിരക്ഷ. അതുപോലെ തന്നെ അപകടങ്ങൾ, ആക്രമണങ്ങൾ, പ്രകൃതി ദുരന്തങ്ങൾ എന്നിവയ്ക്ക് ഇരയാകുന്ന ഭിന്നശേഷിക്കാർക്ക് ധനസഹായം നൽകുക. അതും ശരിയായ പ്രസ്താവനയാണ്. എന്താണ്? അപകടങ്ങൾ, ആക്രമണങ്ങൾ, പ്രകൃതി ദുരന്തങ്ങൾ എന്നിവയ്ക്ക് ഇരയാകുന്ന ഭിന്നശേഷിക്കാർക്ക് ധനസഹായം നൽകുക. ഇനി അടിയന്തര സഹായമായതിനാൽ വരുമാന പരിധിയില്ല. പരിരക്ഷയ്ക്ക് അടിയന്തര സഹായം നൽകുന്ന പദ്ധതി ആയതുകൊണ്ട് ഇതിന് വരുമാന പരിധിയില്ല. ഈ 3 പ്രസ്താവനകളും ശരിയാണ്. ഓക്കെ അല്ലേടാ? യെസ്. ഇനി നെക്സ്റ്റ് 60ാമത്തെ ക്വസ്റ്റ്യൻ, ബാക്ടീരിയ രോഗങ്ങൾ ഏതെല്ലാമാണെന്ന് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. എന്നാണ്? ബാക്ടീരിയ രോഗങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് കണ്ടെത്താൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ അല്ലേ? ഇതിൽ ശരിയായ പ്രസ്താവന പറയുന്നത് ഏതാണ്? ഓപ്ഷൻ സി ആണ്. ബോട്ടുലിസം, ചെങ്കണ്ണ്, വില്ലൻ ചുമ. ബോട്ടുലിസം, ചെങ്കണ്ണ്, വില്ലൻ ചുമ ഇവയാണ് ബാക്ടീരിയ രോഗങ്ങൾ. രോഗങ്ങൾ. ഓക്കെ അല്ലേ? ഇനി 61ാമത്തെ ക്വസ്റ്റ്യൻ, തിരുവനന്തപുരം രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി ചുവടെ പറയുന്നവൻ എന്തിനുദാഹരണമാണ്? എന്താണ്? തിരുവനന്തപുരം രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി ചുവടെ പറയുന്നവൻ എന്തിന് ഉദാഹരണമാണ് എന്നാണ് ചോദ്യം. നമുക്കറിയാം അത് ജീൻ ബാങ്ക് ഉദാഹരണമാണ്. ഇത് തിരുവനന്തപുരം രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി. ഓക്കെ, യെസ്. ഇനി നെക്സ്റ്റ്
അടഞ്ഞ ഒരു സ്ഥലത്തുണ്ടാകുന്ന ശബ്ദം നിലച്ചു കഴിഞ്ഞാൽ ആ സ്ഥലത്തിൻ്റെ ഭിത്തികളിൽ ശബ്ദത്തിൻ്റെ പ്രതിഫലം ഉണ്ടാകാൻ കാരണം എന്താണ് അടഞ്ഞ ഒരു സ്ഥലത്തുണ്ടാകുന്ന ശബ്ദം നിലച്ചു കഴിഞ്ഞാലും ആ സ്ഥലത്തിൻ്റെ ഭിത്തികളിൽ ശബ്ദത്തിൻ്റെ പ്രതിഫലനം ഉണ്ടാകാൻ കാരണം എന്താണ്? അത് അനുരണനമാണ്. അനുരണനം. അപ്പം അടഞ്ഞ ഒരു സ്ഥലത്തുണ്ടാകുന്ന ശബ്ദം നിലച്ചു കഴിഞ്ഞാലും ആ സ്ഥലത്തിൻ്റെ ഭിത്തികളിൽ ശബ്ദത്തിൻ്റെ പ്രതിഫലം ഉണ്ടാകാൻ കാരണം അനുരണനം. ഓക്കെ അല്ലേടാ? എങ്കിൽ 63ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? 63ാമത്തെ ക്വസ്റ്റ്യൻ വസ്തുവും ചലനവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് നോക്കാം. ഒന്നാമത്തെ പ്രസ്താവന എന്താണ്? ഒരു വസ്തു നിശ്ചലാവസ്ഥയിൽ നിന്നും യാത്ര ആരംഭിക്കുമ്പോഴും ഒരു വസ്തു നിശ്ചലാവസ്ഥയിൽ നിന്നും യാത്ര ആരംഭിക്കുമ്പോഴും നിർബാധം താഴേക്ക് പതിക്കുമ്പോഴും അതിൻ്റെ ആദ്യ പ്രവേഗം 0 ശരിയല്ലേ? ശരിയായ പ്രസ്താവനയാണ്. ഇനി രണ്ടാമത്തെ പ്രസ്താവന, ഒരു വസ്തു നിശ്ചലാവസ്ഥയിലാകുമ്പോൾ ആ വസ്തുവിൻ്റെ അന്ത്യപ്രവേഗം 0 ശരിയായ പ്രസ്താവനയാണ്. ഇനിയോ, മുകളിലേക്ക് എറിയപ്പെടുന്ന വസ്തുക്കൾ അതിൻ്റെ സഞ്ചാരപഥത്തിലെ ഏറ്റവും ഉയർന്ന സ്ഥാനത്തെത്തുമ്പോൾ അന്ത്യപ്രവേഗം 0 ഈ 3 പ്രസ്താവന ശരിയാണ്. നമ്മളോട് പറഞ്ഞത് തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞത്. ഇതിൽ തെറ്റായ പ്രസ്താവന ഒന്നുമില്ല. അപ്പം ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ. ഇനി മൂന്നാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണം ഏത് എന്നാണ് കണ്ടെത്താൻ പറഞ്ഞിട്ടുള്ളത്. എന്താണ് 64ാമത്തെ ക്വസ്റ്റ്യൻ? മൂന്നാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണം നമുക്കറിയാം. ചൂണ്ട ഏതാണ്? മൂന്നാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണമാണ്. ഓക്കെ അല്ലേടാ? ഇനി 65ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? വേനൽക്കാലത്ത് സോഡാ കുപ്പി ഐസ് പാത്രത്തിൽ സൂക്ഷിക്കുന്നത് ഏത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? അത് ഓപ്ഷൻ എ ചാൾസ് നിയമം. എന്താണ് ചാൾസ് നിയമം? വേനൽക്കാലത്ത് സോഡാ കുപ്പി ഐസ് പാത്രത്തിൽ സൂക്ഷിക്കുന്നത് ഏത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ചാൾസ് നിയമമാണ്. ചാൾസ് നിയമം. ഓക്കെ അല്ലേ? യെസ്. ഇനി 66ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും തെറ്റായ പ്രസ്താവന കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ അല്ലേടാ? യെസ്. ഇനി ഒന്നാമത്തെ പ്രസ്താവന പറയുന്നത് ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ വിഘടന വേഗത കുറയ്ക്കാൻ മാംഗനീസ് ഡയോക്സൈഡ് ഉപയോഗിക്കുന്നു. ശരിയായ പ്രസ്താവനയല്ലേ? ശരിയായ പ്രസ്താവനയാണ്. തെറ്റായ പ്രസ്താവനയാണ്. എന്താണ്? ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ വിഘടന വേഗം കുറയ്ക്കാൻ മാംഗനീസ് ഡയോക്സൈഡ് ഉപയോഗിക്കുന്നു. തെറ്റായ പ്രസ്താവനയാണ്. ഇനിയോ, താപനില വർദ്ധിക്കുമ്പോൾ രാസപ്രവർത്തന വേഗത കുറയുന്നു. തെറ്റായ പ്രസ്താവനയാണ്. ഇനി മൂന്നാമത്തെ പ്രസ്താവന, തന്മാത്രകളുടെ എണ്ണം കുറയുന്നത് ഫലവത്തായ കൂട്ടിമുട്ടലുടെ എണ്ണം കൂടുന്നു. തന്മാത്രയുടെ എണ്ണം കുറയുമ്പോൾ ഫലവത്തായ കൂട്ടിമുട്ടലുടെ എണ്ണം കൂടുകയാണോ കുറയുകയാണല്ലേ? ഈ മൂന്നാമത്തെ പ്രസ്താവന തെറ്റാണ്. ഇനിയോ, ഹേബർ പ്രക്രിയയിൽ ഉപയോഗിക്കുന്ന ഉൽപ്രേരകമാണ് സ്പോഞ്ചി അയൺ. ശരിയായ പ്രസ്താവനയാണ്. ഇതിൽ തെറ്റായ പ്രസ്താവന എന്ന് പറയുന്നത് 1, 2, 3 അതായത് ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇനി 67ാമത്തെ ക്വസ്റ്റ്യൻ, ചുട്ടുപഴുത്ത സ്റ്റീലിനെ സാവധാനം തണുപ്പിക്കുന്ന രീതി അറിയപ്പെടുന്നത് എന്താണ്? ചുട്ടുപഴുത്ത സ്റ്റീലിനെ സാവധാനം തണുപ്പിക്കുന്ന രീതി അറിയപ്പെടുന്നത് അനീലിംഗ് എന്നാണ്. ഓപ്ഷൻ സി അനീലിംഗ് ആണ് ശരിയായിട്ടുള്ള ഉത്തരം. എന്താണ്? ചുട്ടുപഴുത്ത സ്റ്റീലിനെ സാവധാനം തണുപ്പിക്കുന്ന രീതി അറിയപ്പെടുന്നത് അനീലിംഗ് എന്നാണ്. അനീലിംഗ്. ഓക്കെ. എങ്കിൽ 68ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. നിശ്ചിത സമയത്ത് നിശ്ചിത മാധ്യമത്തിലൂടെ അയക്കാവുന്ന ഡാറ്റയുടെ അളവ് എന്നറിയപ്പെടുന്നു? ബാൻഡ് വിഡ്ത്ത് എന്നറിയപ്പെടുന്നു. എന്താണ്? ബാൻഡ് വിഡ്ത്ത്. ഓക്കെ. അപ്പോൾ എന്താണ് ബാൻഡ് വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത സമയത്ത് നിശ്ചിത മാധ്യമത്തിലൂടെ അയക്കാവുന്ന ഡാറ്റയുടെ അളവാണ് ബാൻഡ് വിഡ്ത്ത്. ഓക്കെ അല്ലേ? ഇനി 69ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? 69ാമത്തെ ക്വസ്റ്റ്യൻ, റോമുമായി ബന്ധപ്പെട്ട വസ്തുതകൾ തെറ്റായത് കണ്ടെത്താനാണ് പറയുക. ഓക്കെ അല്ലേ? തെറ്റായത് കണ്ടെത്താനാണ് പറയുന്നത്. വേഗത കുറവാണ്. റോമിൻ്റെ വേഗത കുറവല്ലേ? ശരിയാണ്. ഇനിയോ, കമ്പ്യൂട്ടർ ബൂട്ട് ചെയ്യാനുള്ള പ്രോഗ്രാം അത് സൂക്ഷിച്ചിരിക്കുന്നു. ഇത് സൂക്ഷിച്ചിരിക്കുന്നു. റോമിലുള്ള കമ്പ്യൂട്ടർ ബൂട്ട് ചെയ്യാനുള്ള പ്രോഗ്രാം സൂക്ഷിച്ചിരിക്കുന്നത് അതും ശരിയായ പ്രസ്താവനയാണ്. ഇനി എന്താണ് മൂന്നാമത്തെ പ്രസ്താവന? കമ്പ്യൂട്ടർ ഓഫാക്കിയാൽ ഇതിലെ ഉള്ളടക്കം നഷ്ടപ്പെടുന്നു. ഇത് എന്താണ്? തെറ്റായ പ്രസ്താവനയാണ്. ഇത് മൂന്നാമത്തെ പ്രസ്താവന തെറ്റാണ്. ഇനി സാധാരണയായി ഇതിൽ നിന്ന് ഡാറ്റ തിരിച്ചെടുക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. ഇതും ശരിയായ പ്രസ്താവനയാണ്. ഈ 3 പ്രസ്താവന തെറ്റായ പ്രസ്താവന എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ സി ആണ്. ഇനി 70ാമത്തെ ക്വസ്റ്റ്യൻ, ഒരു സോഫ്റ്റ്വെയർ കമ്പനി നിർമ്മിച്ച സോഫ്റ്റ്വെയർ കമ്പനിയിലെ ഒരു ജീവനക്കാരൻ അറിയാതെ കോപ്പി ചെയ്ത് മറ്റുള്ളവർക്ക് വിൽക്കുന്നു. ഇത് ഏത് തരം സൈബർ കുറ്റകൃത്യമാണ്? എന്താണ്? ഒരു സോഫ്റ്റ്വെയർ കമ്പനി നിർമ്മിച്ച സോഫ്റ്റ്വെയർ കമ്പനിയിലെ ഒരു ജീവനക്കാരൻ അറിയാതെ കോപ്പി ചെയ്ത്
മറ്റുള്ളവർക്ക് വിൽക്കുന്നു. ഇത് ഏത് സൈബർ കുറ്റത്തിന് ഉദാഹരണമാണ്? 70ാമത്തെ ഉത്തരം ഏതാണ്? 70 ഓപ്ഷൻ ഡി ഭൗതിക സ്വത്ത് മോഷണ വിഭാഗത്തിൽപ്പെടുന്നു എന്നാണ്. ഭൗതിക സ്വത്ത് മോഷണം. ഓക്കെ അല്ലേ? ഇനി 71ാമത്തെ ക്വസ്റ്റ്യൻ, ഡാഷ് വി ലിവ് നൗ ഓർ ഡു യു വാണ്ട് ടു വെയിറ്റ്? ഇതിൽ ഏതാ ശരി ഉത്തരം പറയുക? എന്താണ്? ഡാഷ് വി ലിവ് നൗ ഓർ ഡു യു വാണ്ട് ടു വെയിറ്റ്? ഇതിൽ ഉത്തരം 71ാമത്തെ ഉത്തരം വരിക ഏതാണ്? ഓപ്ഷൻ സി ഷാലാണ് ഉത്തരം വരിക. എന്താണ്? ഷാല്. ഷാൽ വി ലിവ് നൗ ഓർ ഡു യു വാണ്ട് ടു വെയിറ്റ് എന്നാണ് ഓപ്ഷൻ. ഓക്കെ അല്ലേ? ഇനി 72ാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് സെന്റൻസ് ആർ the adverbs positioned correctly? Adverbs positioned correctly. ഓക്കെ അല്ലേ? ഇത് ശരിയായിട്ടുള്ള ഉത്തരം വരുന്നത് ഏതാണ്? 72 ഓപ്ഷൻ ബി അജയ് യൂഷ്വലി വർക്ക്സ് ക്വിക്ക്ലി എന്നാണ്. ആഡ്വേർബ്സ് പൊസിഷൻലി കറക്റ്റ്ലി ആയത് ഏത് സെന്റൻസ് ആണ്? ഓപ്ഷൻ ബി അജയ് യൂഷ്വലി വർക്ക്സ് ക്വിക്ക്ലി എന്നാണ്. ഓക്കെ അല്ലേ? ഇനി 73ാമത്തെ ക്വസ്റ്റ്യൻ, ഇഫ് യു ഹാഡ് ലോക്ക്ഡ് ദ കാർ ദ ബാഗ് എന്താണ്? wouldn't have been stolen. എന്താണ്? if you had locked the car the bag wouldn't have been stolen എന്നാണ്. ഓക്കെ അല്ലേ? 73 ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ, ഇതിൻ്റെയൊക്കെ വിശദീകരണമായ വീഡിയോ നമുക്ക് പിന്നീട് വ്യക്തമായിട്ട് ചെയ്യാം. ഓക്കെ അല്ലേ? മറ്റൊരു വീഡിയോയിൽ കൃത്യമായിട്ട് എങ്ങനെയാണ് ഇത്രത്തൊക്കെ വന്നതെന്നൊക്കെ നമുക്ക് വ്യക്തമായിട്ട് ചെയ്യാം. ഓക്കെ, ഇനി 74ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഹി ഈസ് നോട്ട് ഡാഷ് ഹോണറബിൾ മാൻ എന്നാണ്. ഹോണറബിൾ ഓപ്ഷൻ സി എന്നാണ് അത് ശരിയായിട്ട് വരിക. എന്നാണ്? ഓണറബിൾ എന്നാണ്. ഹി ഈസ് നോട്ട് ആൻ ഓണറബിൾ മാൻ എന്നാണ് വരിക. ഓക്കെ അല്ലേടാ? യെസ്. ഇനി 75ാമത്തെ ക്വസ്റ്റ്യൻ, ചൂസ് ദി കറക്റ്റ് സെൻറ്റൻസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ്? കറക്റ്റ് സെൻറ്റൻസ് തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. കറക്റ്റ് സെൻറ്റൻസ് നമുക്ക് നോക്കിക്കൂടെ? യെസ്. ഇതിൽ 75ാമത്തെ ശരിയായിട്ട് വരിക എന്താണ്? ഐ ഹിയർഡ് ഹിം സിങ് എ ലവ്ലി സോങ് എന്നാണ്. ഐ ഹിയർഡ് ഹിം സിങ് എ ലവ്ലി സോങ് ഓപ്ഷൻ എ ആണ് ശരിയായിട്ട് വരിക. ഇനി 76ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? 76ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ കോമ്പൗണ്ട് വേർഡ്? നമുക്കിതിൽ കോമ്പൗണ്ട് വേർഡ് അല്ലാത്ത ഇതാടാ കുക്കുംബർ. ഓപ്ഷൻ ഡി ആണ് ഇതിൽ ശരിയായിട്ട് തരണം. കുക്കുംബർ എന്നാണ് ഒരു കോമ്പൗണ്ട് വേർഡിന് ഉദാഹരണമല്ല. ഇനി 77ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് ഓഫ് ദി ഫോളോയിങ് പ്രിഫിക്സസ് ക്യാൻ ബി ആഡഡ് ടു ദ വേർഡ് റെഗുലർ ഇൻ ഫോം ടു ഓപ്പോസിറ്റ്? റെഗുലറിൻ്റെ ഓപ്പോസിറ്റ് ആണ് ഇൻറെഗുലർ അല്ലേടാ? ഇൻറെഗുലർ. അതിൽ 77 ഓപ്ഷൻ ഇറഗുലർ അല്ലേ? റെഗുലറിൻ്റെ ഓപ്പോസിറ്റ് ഇറഗുലർ ആണ്. അതിൽ ഓപ്ഷൻ ബി ആണ് ശരിയായിട്ട് വരിക. ഇനി വാട്ട് ഡസ് ദി ഇഡിയം ഐവറി ടവർ എന്ന് പറഞ്ഞാൽ എന്താടാ? വാട്ട് ഡസ് ദി ഇഡിയം ഐവറി ടവർ മീൻസ്? നമുക്കറിയാം 78 ദ പ്ലേസ് ഔട്ട് ഓഫ് ടച്ച് വിച്ച് റിയാലിറ്റി വിത്ത് റിയാലിറ്റി എന്നാണ്. ദന്തഗോപുരം അല്ലേ? അപ്പം പ്ലേസ് ഔട്ട് ഓഫ് ടച്ച് വിത്ത് റിയാലിറ്റി ഓപ്ഷൻ ബി ആണ് ശരിയായിട്ട് ഉത്തരം. അപ്പം ഐവറി ടവർ എന്ന് പറഞ്ഞാൽ പ്ലേസ് ഔട്ട് ഓഫ് ടച്ച് വിത്ത് റിയാലിറ്റി. ഓക്കെ, ഇനി 79ാമത്തെ ഉത്തരം എന്താണ്? വിത്ത് ദ റോങ്ലി സ്പെൽഡ് വേർഡ് ഈസ്. ദ റോങ്ലി സ്പെൽഡ് വേർഡ് ഈസ് എന്നാണ് വരുന്നത്. ഏതാണ്? ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള തെറ്റായ സ്പെല്ലിംഗ്. ലാങ്കൂർ ഇതാണ് തെറ്റായ പ്രസ്താവന. ഓക്കെ അല്ലേ? തെറ്റായ സ്പെല്ലിംഗ്. ഓക്കെ, ഇനി 80ാമത്തെ ക്വസ്റ്റ്യൻ, ദ അറ്റ്മോസ്ഫിയർ ഓഫ് ഡാഷ് വാസ് സഡൻലി ഗോൺ എന്നാണ്. ഇതിൽ ശരിയായി വരുന്നത് ഏതാണ്? ദ അറ്റ്മോസ്ഫിയർ ഓഫ് ഡാഷ് വാസ് സഡൻലി ഗോൺ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് ശരിയായിട്ട് ഉത്തരം വരുന്നത് ഏതാണ്? ഓപ്ഷൻ എ എന്നാണ്. ബോൺ ഹോമി ഓപ്ഷൻ എ ആണ് ശരിയായിട്ട് വരിക. ഓക്കെ, ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കൃത്യമായിട്ട് ചെയ്യാം. ഓക്കെ, ഇനി 81ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? മാത്സ് ആണ്. ഇതൊക്കെ കൃത്യമായിട്ട് മാത്സ്, മലയാളം, ഇംഗ്ലീഷ് ഇവയൊക്കെ നമുക്ക് കൃത്യമായിട്ട് മറ്റൊരു ക്ലാസ്സിൽ വ്യക്തമായിട്ട് ചെയ്യാം. 81ാമത്തെ ക്വസ്റ്റ്യൻ, പി, ക്യു എന്നിവരുടെ പ്രായത്തിൻ്റെ നിലവിലെ അനുപാതം 6:7 ആണ്. 12 വർഷങ്ങൾ മുമ്പ് ഈ അനുപാതം 3:4 ആയിരുന്നു. ഇവരുടെ ഇപ്പോഴത്തെ പ്രായത്തിൻ്റെ ആകെ തുക കണ്ടെത്തുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ്? പി, ക്യു എന്നിവരുടെ പ്രായത്തിൻ്റെ നിലവിലെ അനുപാതം 6:7 ആണ്. 12 വർഷം മുമ്പ് ഇവരുടെ അനുപാതം 3:4 ആയിരുന്നു. അവരുടെ ഇപ്പോഴത്തെ പ്രായത്തിൻ്റെ ആകെ തുക കണ്ടെത്തുക. എത്രയാണ് ഉത്തരം വരിക? ഇതിൽ ബി 52 ആണ് ശരിയായിട്ടുള്ള ഉത്തരം വരുന്നത്. ഇനി 82ാമത്തെ ക്വസ്റ്റ്യൻ, ഒരു ക്ലാസ്സിലെ 25 ആൺകുട്ടികളുടെ ശരാശരി പ്രായം 15 വയസ്സാണ്. ആദ്യത്തെയും അവസാനത്തെയും 12 ആൺകുട്ടികളുടെ ശരാശരി പ്രായം യഥാക്രമം
14.5 വയസ്സും 15.5 വയസ്സുമാണെങ്കിൽ 13ാമതിരിക്കുന്ന ആൺകുട്ടിയുടെ പ്രായം എത്രയാണ്? ഓക്കെ, അപ്പോൾ കൃത്യമായിട്ട് വായിച്ചിട്ട് എഴുതണേ. ഇതൊക്കെ നമുക്ക് ഡീറ്റെയിൽ എങ്ങനെ സിമ്പിൾ മെത്തേഡ്സിലൂടെ ചെയ്യാമെന്നൊക്കെ നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. എന്താണ് ക്വസ്റ്റ്യൻ? ഒരു ക്ലാസ്സിലെ 25 ആൺകുട്ടികളുടെ ശരാശരി പ്രായം 15 വയസ്സാണ്. ആദ്യത്തെയും അവസാനത്തെയും 12 ആൺകുട്ടികളുടെ ശരാശരി പ്രായം യഥാക്രമം 14.5 വയസ്സും 15.5 വയസ്സുമാണെങ്കിൽ 13ാമതിരിക്കുന്ന ആൺകുട്ടിയുടെ പ്രായം എത്രയാണ് കൂട്ടുകാരെ? ഇതിൽ ഉത്തരം വരിക 15 വയസ്സ്. ഓപ്ഷൻ ബി 15 വയസ്സാണ് ശരിയായിട്ടുള്ള ഉത്തരം വരിക. ഇനി 83ാമത് ക്വസ്റ്റ്യൻ എന്താണ്? 3⁴y - 2 = 729 ആണെങ്കിൽ വൈയുടെ മൂല്യം കാണുക. ഇതിൽ ശരിയായ ഉത്തരം ഏതാണ്? ഓപ്ഷൻ എ 2 ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇനി 84ാമത്തെ ക്വസ്റ്റ്യൻ, A, B, C എന്നിവർക്ക് യഥാക്രമം 10, 12, 15 ദിവസങ്ങൾ കൊണ്ട് ഒരു നിശ്ചിത ജോലി ചെയ്യാൻ കഴിയും. ബിയും സിയും ഒരുമിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങുകയും 4 ദിവസം ജോലി ചെയ്യുകയും ചെയ്തതിന് ശേഷം ഇരുവരും ജോലി ഉപേക്ഷിച്ചു. ശേഷിക്കുന്ന ജോലികൾ എ പൂർത്തിയാക്കുന്നു എങ്കിൽ ജോലി പൂർത്തിയാക്കാൻ എടുക്കുന്ന ആകെ സമയം കണ്ടെത്തുക. ഇതിൽ ശരിയായിട്ട് ഉത്തരം എന്താ വരിക? 84. ഓപ്ഷൻ ബി 8 ദിവസമാണ് ശരിയായിട്ട് വരിക. ഓക്കെ അല്ലേ? അപ്പോൾ വീഡിയോ ഒന്ന് ജസ്റ്റ് പോസ്റ്റ് ചെയ്തതിന് ശേഷം ആ ക്വസ്റ്റ്യൻ വായിക്കുക, എന്നിട്ടൊന്ന് ചെയ്ത് നോക്കുക. അതിനുശേഷം ഉത്തരവുമായിട്ട് ഒത്തു നോക്കുക. ഓക്കെ അല്ലേ? ഇനി 85ാമത്തെ ക്വസ്റ്റ്യൻ, ഒരു തോട്ടക്കാരൻ തൻ്റെ ദീർഘചതുരാകൃതിയിലുള്ള പൂന്തോട്ടത്തിൻ്റെ വിസ്തീർണം വർദ്ധിപ്പിച്ചു. അതിൻ്റെ നീളം 40% വർദ്ധിപ്പിക്കുകയും വീതി 20% കുറയ്ക്കുകയും ചെയ്തു എങ്കിൽ പൂന്തോട്ടത്തിൻ്റെ വിസ്തീർണത്തിന് സംഭവിച്ച മാറ്റം എന്താണ്? ഒരു തോട്ടക്കാരൻ തൻ്റെ ദീർഘചതുരാകൃതിയിലുള്ള പൂന്തോട്ടത്തിൻ്റെ വിസ്തീർണം വർദ്ധിപ്പിച്ചു. അതിൻ്റെ നീളം 40% വർദ്ധിപ്പിക്കുകയും വീതി 20% കുറയ്ക്കുകയും ചെയ്തു എങ്കിൽ പൂന്തോട്ടത്തിൻ്റെ വിസ്തീർണത്തിന് സംഭവിച്ച മാറ്റം എന്തായിരിക്കും? 85. ഓപ്ഷൻ ബി 12% വർദ്ധിച്ചു. എത്രയാണ്? 12% വർധനവുണ്ടായി. എങ്കിൽ 86ാമത്തെ ക്വസ്റ്റ്യൻ, ശ്രേണിയിലെ അടുത്ത സംഖ്യ ഏത് എന്നാണ് ചോദ്യം. 1, 3, 6, 11, 18. ഇതിൻ്റെ അടുത്ത സംഖ്യ ഏതായിരിക്കും? 86. ഓപ്ഷൻ എ 29 ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇനി 87ാമത്തെ ക്വസ്റ്റ്യൻ, സുഷമ, ധന്യ, കാവ്യ എന്നിവർ സഹോദരിമാരാണ്. സുഷമയുടെ മകൻ അഖിലും ധന്യയുടെ മകൾ അപർണയുമാകുന്നു എങ്കിൽ അശ്വതി അഖിലിൻ്റെ മകളാണെങ്കിൽ അശ്വതിയുടെ ആരാണ് സുഷമ? സുഷമ, ധന്യ, കാവ്യ എന്നിവർ സഹോദരിമാരാണ്. സുഷമയുടെ മകൻ അഖിലും ധന്യയുടെ മകൾ അപർണയുമാകുന്നു. അശ്വതി അഖിലിൻ്റെ മകളാണെങ്കിൽ അശ്വതിയുടെ ആരാണ് സുഷമ? ഇതിൽ ശരിയായിട്ട് ഉത്തരം വരിക ഏതാണ്? അമ്മൂമ്മയാണ്. അമ്മൂമ്മ. ഓക്കെ അല്ലേ? ഇനി 88ാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് സമാന ബന്ധം കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. 4 + 5 = 1524 എന്ന് തന്നിട്ടുണ്ട്. 5 + 6 = 2435 ആയാൽ 6 + 7 എത്രയാണ് എന്നാണ് ചോദ്യം. ഓക്കെ, ഇതിൽ ശരിയായിട്ടുള്ള ഉത്തരം വരിക ഓപ്ഷൻ ഡി 3548 ആണ് വരിക. ഓക്കെ, ഇനി 49ാമത്തെ ക്വസ്റ്റ്യൻ, കുറേ കുട്ടികൾ നിരനിരയായി ഇരിക്കുന്നു. രാജു ഇടത്തു നിന്നും 12ാമതാണ്. സൗമ്യ വലത്തു നിന്നും 9ാമതാണ്. ഇവർ സ്ഥാനം പരസ്പരം മാറിയിരുന്നാൽ രാജു ഇടത്തു നിന്നും 24ാമനാകും എങ്കിൽ ആ നിരയിൽ ആകെ എത്ര കുട്ടികൾ ഉണ്ട് എന്നാണ് ചോദ്യം. അതിൽ എത്ര ശരിയായിട്ട് ഉത്തരം വരിക? ഓപ്ഷൻ സി 32 ആണ് ശരിയായിട്ടുള്ള ഉത്തരം വരിക. ഓക്കെ അല്ലേടാ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരാൾ വടക്ക് ദിശയിൽ 12 കിലോമീറ്ററും കിഴക്കോട്ട് 15 കിലോമീറ്ററും പിന്നിടുന്നു. പടിഞ്ഞാറോട്ട് 9 കിലോമീറ്ററും പിന്നീട് ഒന്നുകൂടി വായിക്കാം. ഒരാൾ വടക്ക് ദിശയിൽ 12 കിലോമീറ്ററും കിഴക്കോട്ട് 15 കിലോമീറ്ററും പിന്നീട് പടിഞ്ഞാറോട്ട് 19 കിലോമീറ്ററും പിന്നീട് തെക്ക് ദിശയിൽ 15 കിലോമീറ്ററും സഞ്ചരിക്കുന്നു. അവൻ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നും എത്ര അകലെയാണ് എന്നാണ് ചോദ്യം. ഇത് ശരിയായിട്ടുള്ള ഉത്തരം വരിക 5 കിലോമീറ്റർ ആണ്. 5 കിലോമീറ്റർ. ഇനി 91ാമത്തത് മലയാളം ക്വസ്റ്റ്യൻ ആണ്. ചന്ദ്രൻ എന്ന പദത്തിൻ്റെ പര്യായ പദങ്ങൾ ഉൾപ്പെടാത്തത് ഏത് എന്നാണ് ചോദ്യം. ചന്ദ്രൻ്റെ പര്യായങ്ങൾ ഉൾപ്പെടാത്തത് ഏത്? ഇതിൽ ശരിയുത്തരം വരിക എന്നാണ് ഗരുദ് എന്നാണ് വരിക. ചന്ദ്രൻ്റെ പര്യായത്തിൽ പെടാത്തത് ഇതാണ് ഗരുദ്. അപ്പം ഇന്ദു, സോമൻ, ഹിമാംശു എന്നിവയൊക്കെ പറഞ്ഞാൽ എന്താണ്? ചന്ദ്രനാണ്. ചന്ദ്രൻ. ഓക്കെ അല്ലേ? അപ്പം ഗരുദ് എന്നാണ് നമ്മുടെ ചന്ദ്രൻ്റെ പര്യായങ്ങൾ ഏതൊക്കെയാണ്? ഇന്ദു, സോമൻ, ഹിമാംശു. ഓക്കെ അല്ലേ? ഇനി 92ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? 92ാമത്തെ ക്വസ്റ്റ്യൻ,
ഘടദീപം എന്ന ശൈലിയുടെ ശരിയായ അർത്ഥം എന്താണ്? ഘടദീപം എന്ന ശൈലിയുടെ ശരിയായ അർത്ഥം എന്താണ്? പുറത്തറിയാത്ത യോഗ്യത എന്നാണ്. ഘടദീപം എന്ന് പറഞ്ഞാൽ പുറത്തറിയാത്ത യോഗ്യത. ഓക്കെ, എങ്കിൽ 93ാമത്തെ ക്വസ്റ്റ്യൻ തെറ്റായ പദം കണ്ടെത്താനാണ് പറഞ്ഞത്. തെറ്റായ പദം? ഓക്കെ, 93ാമത്തെ തെറ്റായ പദം ഏതാണ്? പക്ഷേ. ഇത് ഓപ്ഷൻ ഡി ആണ് തെറ്റായത്. ഓക്കെ, എങ്കിൽ 94ാമത്തെ ക്വസ്റ്റ്യൻ ചുവടെ നൽകിയിരിക്കുന്ന വിപരീത പദങ്ങൾ തെറ്റായത് കണ്ടെത്താനാണ് പറഞ്ഞത്. ഓക്കെ അല്ലേ? യെസ്, ഇത് തെറ്റായ പദം. 94ാമത്തിൽ തെറ്റായ പദം ഏതാണ്? ഓപ്ഷൻ ഡി, സരസം. ഇതിൽ തെറ്റായത് തിരഞ്ഞെടുക്കുക. വിപരീത ജോഡികളിൽ തെറ്റായത് തിരഞ്ഞെടുക്കുക. ഇത് തെറ്റായത് ഓപ്ഷൻ ഡി ആണ്. 94 ഓപ്ഷൻ ഡി ആണ് വരിക. ഇനി 95ാമത്തെ ക്വസ്റ്റ്യൻ ഹാബിറ്റ് ഈസ് സെക്കൻഡ് നേച്ചർ. ശരിയായ പരിഭാഷ തിരഞ്ഞെടുക്കുക എന്നാണ്. ഹാബിറ്റ് ഈസ് സെക്കൻഡ് നേച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ് കൂട്ടുകാരെ? നായ നടുക്കളിൽ ചെന്നാലും നക്കിയേ കുടിക്കൂ. നായ നടുക്കളിൽ ചെന്നാലും നക്കിയേ കുടിക്കൂ. ഹാബിറ്റ് ഈസ് സെക്കൻഡ് നേച്ചർ എന്ന് പറഞ്ഞാൽ നായ നടുക്കളിൽ ചെന്നാലും നക്കിയേ കുടിക്കൂ. ഓക്കെ അല്ലേ? ഇനി 96ാമത്തെ ക്വസ്റ്റ്യൻ ഉന്മുഖം പിരിച്ചെഴുതിയാൽ എങ്ങനെ വരുന്നുണ്ടാ? ഉന്മുഖം 96 ഓപ്ഷൻ ബി, ഉദ് പ്ലസ് മുഖമാണ് ഉന്മുഖം. നമ്മൾ ചർച്ച ചെയ്തിട്ടില്ലേ? ഉദ് പ്ലസ് മുഖമാണ് ഉന്മുഖം. ഇനി 97ാമത്തെ ക്വസ്റ്റ്യൻ തെറ്റായ വാക്യം ഏതാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ, ബാലന് ആകാശത്തിലെ കാഴ്ചകൾ സദാ എപ്പോഴും അവിശ്വസനീയമായി തോന്നി. ഓക്കെ, ഇനി ഇതാണ് തെറ്റായ പദം. മതം കൊണ്ട് ഓപ്ഷൻ എ ആണ് തെറ്റായത്. ഇനിയോ മതം കൊണ്ടും ശാസ്ത്രം കൊണ്ടും സമ്മിശ്ര ഗുണദോഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ശരിയാണ്. അതിനെ അവിടെ പോകാതിരിക്കാനും നിങ്ങൾക്ക് അവകാശമുണ്ട്. മാസം തോറും 100 രൂപ ഫീസ് അടയ്ക്കണം. ഓക്കെ അല്ലേ? ഇതിൽ തെറ്റായ പ്രസ്താവന എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ. തെറ്റായ വാക്യം ബാലന് ആകാശത്തിലെ കാഴ്ചകൾ സദാ എപ്പോഴും വേണോ? സദാ എപ്പോഴും വേണ്ട. സദാ അവിശ്വസനീയമായി തോന്നിയിട്ടുണ്ട്, അല്ലെങ്കിൽ എപ്പോഴും അവിശ്വസനീയമായി തോന്നിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, യെസ്. ഇനി 98ാമത്തെ ക്വസ്റ്റ്യൻ ആഴത്തിലുള്ളത് ഒറ്റപ്പദം എഴുതുക. ഏതാണ്? ഗഹനമാണ് അല്ലേ? ആഴത്തിലുള്ളത് എന്നർത്ഥം വരിക ഒറ്റപ്പദം ഏതാണ്? ഗഹനം എന്ന് പറഞ്ഞാൽ ആഴത്തിലുള്ളത്. ഓക്കെ, ഇനി 99ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? കൈമുട്ട്. ഘടകപദം എഴുതുക. കൈമുട്ട് നമുക്കറിയാം. കയ്യിലെ മുട്ട് ഓപ്ഷൻ ബി. കയ്യിലെ മുട്ട് ഓപ്ഷൻ ബി ആണ് ശരിയായിട്ട് വരിക. ഇനി 100ാമത്തെ ക്വസ്റ്റ്യൻ ഊരാളി എന്നതിൻ്റെ എതിർലിംഗ പദം എഴുതുക. ഊരാളി, ഊരാട്ടി. ഓക്കെ അല്ലേ? അപ്പം ഇതൊക്കെയാണ് നമ്മുടെ 100 ക്വസ്റ്റ്യൻ, ഒരു മോഡൽ ക്വസ്റ്റ്യൻ്റെ ഉത്തരങ്ങൾ ഇതൊക്കെയാണ്. ഇതിൽ ഇംഗ്ലീഷ്, മാത്സ്, മലയാളം എന്നിവ നമ്മൾ സെപ്പറേറ്റ് എടുത്ത് ഇന്നെന്താണ് ചോദ്യങ്ങളും ഉത്തരങ്ങളും മാത്രമാണ് പറഞ്ഞത്. എന്നാൽ മറ്റൊരു വീഡിയോയിൽ നമുക്കിതിൻ്റെ കൃത്യമായ വഴികൾ ഏതൊക്കെയാണ്, എങ്ങനെയാണ് ഉത്തരത്തിലേക്ക് എത്തുക എന്നൊക്കെ വളരെ കൃത്യമായിട്ട് മറ്റൊരു വീഡിയോയിൽ നമുക്ക് ചർച്ച ചെയ്യാം. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നമ്മുടെ PSC ട്രിക്സിൻ്റെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. അതിൽ രാത്രി 10 മണി തൊട്ട് 11 മണി വരെ നടക്കുന്ന കറണ്ട് അഫയേഴ്സിൻ്റെ ലൈവ് സെക്ഷനിലും പങ്കെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, ബൈ. See you. അടുത്ത വീഡിയോയിൽ കാണുന്നത്. ബൈ. See you.